വിശുദ്ധ ഖുർആന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനം, വൈദാ ഖീല ലഹും തആലൂ, വൈദാ ഖീല ലഹും, വാഴക്കാട് വന്നിട്ട് വിസ്തത്തിന്റെ ഒരു പ്രബോധകൻ എന്ന നിലയിൽ തആലൂ, നിങ്ങൾ വരൂ, ഈ കെ സുന്നികളെ, AP സുന്നികളെ നിങ്ങൾ വരൂ, എവിടെയുള്ള സംഘടനകളെ നിങ്ങൾ വരൂ. എങ്ങോട്ട്? വിസ്തത്തിന്റെ ഓഫീസിലേക്കാണോ? നിർമ്മിക്കപ്പെടുന്ന വിസ്തം ഹൗസിലേക്കാണോ? അല്ല പിന്നെ എങ്ങോട്ടാണ്? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിലേക്ക് വരൂ. അങ്ങനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ചേകന്നൂരികളല്ല, CH മുസ്തഫയുടെ അനുയായികളല്ല. പിന്നെ ഞങ്ങൾ ആരാണ്? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ. ഒരു മുസ്ലിമിന്റെ വീടെന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 33-ാം അധ്യായം 34-ന്റെ തഫ്സീറിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് ആ വാചകത്തെ പുരസ്കരിച്ചുകൊണ്ട് പറയുന്നത് 9 ഇടങ്ങളിൽ ഈ ഹിക്മത്ത് പറയുന്നുണ്ട്. അത് നബിചര്യയാണ്, അത് സുന്നത്താണ്, അത് സ്വർഗത്തിലേക്കാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? വൈദാ ഖീല ലഹും തആലൂ, വന്നോളൂ വന്നോളൂ. നോക്കും, നൂറെ അജ്മീർ അവതരിപ്പിക്കുന്ന ഉസ്താദ് നിങ്ങളോട് പറയില്ല ഖുർആനിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ നൂറെ അജ്മീർ അതവിടെ കാണാൻ കഴിയില്ല. അതുപോലെ നാരിയാത്തു സ്വലാത്ത് കാണാൻ കഴിയില്ല, കമാലിയാ സ്വലാത്ത് കാണാൻ പറ്റില്ല, മുട്ടിപ്പടി ചട്ടിപ്പടി സ്വലാത്ത് കാണാൻ കഴിയില്ല. ഇതൊന്നും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. ഇബ്രാഹിമിയ സ്വലാത്തിന്റെ 8 രൂപങ്ങളിൽ ഇതൊന്നും കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരാരും ഇത് വിളിക്കില്ല. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, അള്ളാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ. അങ്ങനെ പറയപ്പെട്ടാൽ അപ്പൊ പറയപ്പെടേണ്ടത് എന്താണ്? കെ മൗലവിലേക്ക് വരുന്ന ആണോ? വക്കം മൗലവിലേക്ക് വരുന്ന? ഞാനൊക്കെ പിന്നെ നമ്മുടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉണ്ടല്ലോ, അദ്ദേഹത്തൊക്കെ മറന്നിട്ട് കാലം കുറയായി. കാരണം അദ്ദേഹത്തെ ഓർത്തോണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അദ്ദേഹത്തെ മറന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ ഞങ്ങൾ ഓർക്കും അത്ര തന്നെ. അല്ലാതെ നിങ്ങളൊന്നും ആരെ മാതിരി തൊണ്ടവളാതെ വിഴുങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല. നിങ്ങൾ ചോദിക്കില്ല. 16 സ്ഥലത്ത് വലയിൻ സഅൽത, അവർ നിന്നോട് ചോദിക്കുന്നു. അത് വിശുദ്ധ ഖുർആൻ പറയുന്നതോ നബിയെ, അവർ നിന്നോട് യസ്അലൂനക 16 സ്ഥലത്ത്. നിങ്ങൾ ചോദിക്കില്ല, ഞങ്ങൾ ചോദിക്കും. ഞങ്ങളോട് ഒരു വിവരക്കേട് പറഞ്ഞാൽ ഞങ്ങൾ വിടുവോ? നിങ്ങൾ എന്ത് വിവരക്കേട് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വതന്ത്രം. നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും വിവരം കെട്ട വർഗ്ഗമാണ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നതെന്ന് ഉസ്താദ്മാരെ നിങ്ങൾക്കറിയാം. അതല്ല, നിങ്ങളുടെ അറിവിലെ ഏറ്റവും വലിയ അറിവെന്താ? ഞങ്ങളുടെ കൗമിൽ ഒരു വിവരവുമില്ല, പെരിച്ചായി തിന്ന തലച്ചോറുമായിട്ടാണ് ആ കൗമി ജീവിക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്ത് വിവരക്കേടും നിങ്ങൾ എഴുന്നള്ളിക്കാം. പക്ഷെ ഒരു കാര്യം, സ്വർണവും വെള്ളിയും കൂട്ടിവെച്ചോ, കൊട്ടാര സമാനമായ വീടുണ്ടാക്കിക്കോ. വലിയ വലിയ ഈ പ്രഭാഷകരുണ്ടല്ലോ, 3 കോടിയുടെ വീടുണ്ടാക്കി, 4 കോടിയുടെ വീടുണ്ടാക്കണ്. എന്താ കാരണം? ഞാൻ വിശദമായി അങ്ങോട്ട് വരുന്നുണ്ട്. സഹോദരൻ 9-ാം അധ്യായം 34-ാമത്തെ വചന. ജനങ്ങളെ ദീനിന്ന് തെറ്റിച്ചാലേ ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിദ്അത്ത് വെച്ച് പണം ഉണ്ടാക്കണമെങ്കിൽ സുന്നത്ത് തെറ്റണം. അതുകൊണ്ട് സുന്നത്ത് എന്താന്ന് പഠിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വാചകം ഒന്നുകൂടി കേട്ടോട്ടോ. അള്ളാഹുവിലേക്ക്, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിലേക്ക് വാ, റസൂലിലേക്ക് വാ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? ഖാലൂ, അവര് പറയും. ഞാൻ പറയാ കേട്ടോ, അള്ളാഹ് പറയാ. ഖാലൂ മാ, നോക്കൂ, അവർ പറയും ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളുടെ പിതാക്കന്മാർ സീമടവൂര് മരിച്ചിട്ട് 35 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇന്ന് മുമ്പ് ആരായി? മാലിക്കുൽ മുലൂക്കായി. ഞങ്ങൾ കളിപ്പിക്കും. അദ്ദേഹം മാലിക്കുൽ മുലൂക്കാണ്. ഒരു ദജ്ജാല് പാടുകയാണ്. വെളുമ്പാറ്റനെ പോലെ ഒരു സാധനം, നെടുഞ്ചുലിപ്പറലിന്റെ ഒരു സാധനം. മൂല്യന്മാരുണ്ടാക്കിയ ജന്മത്തിന്റെ പേരാ അത്. ആ ജന്മൊക്കെ പാടുന്നറിയോ? മാലിക്കുൽ മുലൂക്കായ CM മടവൂരെ, ലോകത്തെ നിയന്ത്രിക്കുന്ന CM മടവൂരെ, അർശിന്റെ ഉടമയായ CM മടവൂരെ. എന്നാലും നിങ്ങൾക്ക് നേരം എടുക്കൂല. കാരണം എന്തറിയോ? ലോകത്തിൽ ബുദ്ധി വർക്ക് ചെയ്യാത്ത ഒറ്റ ജനത ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിൽ പറഞ്ഞ സമസ്ത കൂടാരമാണ്. അത് പറയാൻ എനിക്ക് മടിയില്ല. എന്നെ നിങ്ങൾ വിളിക്കണമെന്നില്ല ആരും. അങ്ങനെ ഒരു പുതിയില്ല. വിളിച്ചോ പോയോ സത്യമേ പറയൂ. അതിന് എന്ത് ബഹിഷ്കരണം ലോകത്തുണ്ടായാലും ജയിലിൽ പോയാലും. കാരണം അള്ള വിടൂല നമ്മളെ. അള്ള പണ്ഡിതന്മാരെ വിടൂല. പണ്ഡിതന്മാരെ അള്ള പിടിച്ചു വെക്കുന്ന പോലെ വേറൊരാളെ പിടിച്ചു വെക്കൂല. ആ പേടി എനിക്കുണ്ട്. ഞാനെന്നെ ദാഹിക്കാൻ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ലോണം ശ്രദ്ധിച്ചെന്ന് ഉപകാരപ്പെടും. കേട്ടോളൂ നിങ്ങൾ ആ ഖുർആന്റെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ അവരെന്താ പറയാ? ഞങ്ങളുടെ ബാപ്പ കാരണവന്മാര്, ഞങ്ങൾക്കത് മതി, നിങ്ങളുടെ ഖുർആനും സുന്നത്ത് നിങ്ങൾ കൊണ്ടുപോയി പിഴുകി തിന്നോളീ അങ്ങനെ പറയും. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലടോ, അവലൗ കാന ആബാഉഹും ലാ യഅലമുന ശൈഅൻ വലാ യഹ്തദൂൻ. നിന്റെ ബാപ്പ വിവരമില്ലാത്തവനാണെങ്കിലും, നിന്റെ ബാപ്പാക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിലും ആ വിവരക്കേടാണോ നീ പിന്തുടരുന്നത്? നിന്നെ അവർ വിളിക്കുന്നത് എങ്ങോട്ടാണ്? നിന്നെ അവർ വിളിച്ച ഖുർആനിലേക്കാണ്, സുന്നത്തിലേക്കാണ്, അത് സച്ചരിയുടെ വ്യാഖ്യാനത്തിലേക്കാണ്.
അതുകൊണ്ടാണ് റസൂൽ, ആ റസൂല് ഹിദായത്തിന്റെ വഴി പഠിപ്പിച്ചെന്നു. റസൂലിന്റെ വാക്ക് വ്യക്തമായി. എന്നിട്ട് എന്താ പറയുന്നത്? ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം. അതാരാ? അത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ തള്ളാൻ മുജാഹിദുകൾക്ക് കഴിയില്ല. പിന്നെ മുജാഹിദുകൾ പറഞ്ഞത് എന്താന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് തലച്ചോറ് വേണം. അത് പെരിച്ചായി കൊല്ലങ്ങൾക്ക് മുമ്പ് തിന്നുപോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷെ സാധാരണക്കാർ, സമസ്തയിലെ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകാതെ, ഇത് അള്ളാന്റെ ഖുർആനിലുള്ളതാ. അള്ളാന്റെ ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് മൗലവിമാര് പ്രസംഗിക്കുവോ? അതിനുള്ള ഗഡ്സ് ഉണ്ടാവോ? പ്രസംഗത്തിനിടയിൽ എവിടെങ്കിലും വല്ല ചോദ്യമൊക്കെ ഉണ്ടായി ഇടക്ക് വരെ അറിയാതെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കേൾപ്പിക്കാം. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. കാരണം തെളിവ് സംസാരിക്കണമല്ലോ. എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത്, എന്താണ് ഇതൊക്കെ, ആരാണ് മുബ്തദികൾ, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? നമ്മുടെ അഖീദയെ ബാധിക്കുന്നല്ലേ? ഹൗലുൽ കൗസറിന് വെള്ളം കുടിക്കാൻ കൊതിക്കാത്തവരുണ്ടോ? അവിടെ വെച്ചിട്ട് പൊയ്ക്കോളീൻ ബിദ്അത്ത് ചെയ്തവരാ നിങ്ങൾ. നിസ്കാര ടൈം ഉണ്ടാവും, തൊപ്പി ഉണ്ടാവും, താടി ഉണ്ടാവും, ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പറാവും. നബി അവരെ തിരിച്ചറിയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്റെ മരണത്തിന് ശേഷം എന്തെല്ലാം ബിദ്അത്താണ് നിങ്ങൾ കടത്തിക്കുട്ടിയത് എന്ന് പറയും. മാത്രമല്ല, ഈ ബിദ്അത്തൊന്നും, ഈ നടക്കുന്നതൊന്നും അജ്മീർ റാജ അറിയുന്ന, നബി അറിഞ്ഞിട്ടില്ല എന്നാണ് പരലോകത്ത് പറയുന്നത്. കാരണം നബി അവരെ വിളിക്കുമ്പോൾ ഹൗലുൽ കൗസറിൽ വെള്ളം കൊടുക്കാന്ന് അല്ല പറയും, മതി അടക്കട്ടെ. അവർക്കിടയിൽ ഒരു മറയിടപ്പെടും. അപ്പൊ നബി പറയും അവർ എന്റെ ഉമ്മത്താണ്. പറയും നബിയെ നിങ്ങൾ ഉമ്മത്താണ്, അതിന് സംശയമൊന്നുമില്ല. EKAP ഒക്കെ നിങ്ങൾ ഉമ്മത്ത് തന്നെ. പക്ഷെ നബിയെ എന്തൊക്കെ ബിദ്അത്താണ് ഈ കൂട്ടർ കൊണ്ടാടിയെന്ന് നിങ്ങൾക്കറിയോ? അവിടെ നബി അറിയില്ല എന്നാ പഠിപ്പിക്കണത്. നേരെ മറിച്ച് നബി എന്താ പറയണ്ടേ? നിങ്ങളൊക്കെ ബിദ്അത്ത് ഉണ്ടാക്കല്, പൊയ്ക്കോളിന്നല്ലേ ആദ്യം നബി അവരെ വിളിക്കുക ചെയ്ത്. അപ്പൊ അല്ല പറയണ അവർ ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ. ബുദ്ധിയുള്ളവർക്ക് ചിലതൊക്കെ മനസ്സിലാവും. നേരെ മറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? അജ്മീറിലെ ഷെയ്ഖ് ഓരോ കാര്യവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വിവരം തരുന്നുണ്ടെന്നാ മൊയ്ലിയാര് പറയുന്നത്. ഇവിടെ ചൂഷണം ചെയ്യുന്ന മൊയ്ലിയാര്, മനസ്സിലായോ? അതിന് നേതൃത്വം കൊടുത്ത് ബക്കറ്റ് വിറ്റ് കാശുണ്ടാക്കുന്ന മനുഷ്യണ്ടല്ലോ. കോഴിമുട്ട വരെ, ഏത് 10 രൂപ വിലപിടിപ്പുള്ള കോഴിമുട്ട 10 ലക്ഷത്തിന് വിൽക്കുന്ന കൗമാത് വിട്ടടിക്കാനാ, സ്വന്തത്തിന് വിട്ടടിക്കാനാ, വേറൊന്നിനല്ല. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ ചില പള്ളിയൊക്കെ ഒരു മോഡിഫൈ ചെയ്യും, അതിന്റെ മറവിലാണ് കൊള്ള. എടോ, ചെമ്പൽ കൊള്ളക്കാർ നിങ്ങളെക്കാൾ ബെറ്ററാ. ചെമ്പൽ കൊള്ള നേർക്ക് നേരെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്ന കള്ളന്മാരില്ലേ, അന്നത്തിന് വേണ്ടിയിട്ട് ഓരൊക്കെ നിങ്ങളെക്കാൾ ബെറ്ററാ. നിങ്ങൾ ജനങ്ങളെ സ്വർഗവും നരകവും പറഞ്ഞിട്ടാ പറ്റിക്കുന്നത്. അതുകൊണ്ടാ അല്ല പറയാ. അടുത്ത വാചകം എന്താ അറിയോ? ഈ സൂറത്തുൽ ലുഖ്മാനിൽ ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? സൂറത്തുൽ ലുഖ്മാനിന്റെ വചനത്തിൽ അല്ല പറയാണ്, കേട്ടോളൂ നിങ്ങൾ. വൈദാ ഖീല ലഹും തുബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാനാ അവലൗ കാന ശൈത്താനു യദൂഹും ഇലാ അദാബിസ് സഗീർ. പിശാചിന്റെ പങ്ക് ശരിക്കും മനസ്സിലായിക്കൊള്ളി. എന്താ അല്ല പറയുന്നത്? 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 21-ാമത്തെ വചനം. 34 വചന സൂറത്തുൽ ലുഖ്മാനുള്ളത്. അതിലെ 21-ാമത്തെ വചനം എന്താ പറയുന്നറിയോ? അള്ളാഹു അവതരിപ്പിച്ചതിനെ പിന്തുടരുവോ, ഖുർആനും സുന്നത്തും പിന്തുടരുവോ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ട മാർഗം തന്നെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അവർ നബിദിനം കഴിച്ചവരാണ്, അവർ ഹദ്ദാദ് കഴിച്ചവരാണ്, അവർ മൗലൂദ് കഴിച്ചവരാണ്, അവർ മൈദീമാല പാടിയവരാണ്, അവർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പിതാക്കന്മാരുടെ പിന്നാലെ പോകുന്നവർ. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലടോ അവലൗ കാന ശൈത്താനു, ശൈത്താനാണ് എങ്ങനെ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് വേദനാജനകമായ നരകശിക്ഷയിലേക്ക്. ആ വേദനാജനകമായ നരകശിക്ഷയിലേക്ക് ഇബ്ലീസ് നിങ്ങളെ നയിക്കുമ്പോഴും നിങ്ങൾ പറയുന്നോ ഖുർആൻ വേണ്ടാന്ന്? നിങ്ങൾ പറയുന്നോ സുന്നത്ത് വേണ്ടാന്ന്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിൽ വെച്ച്, എന്റെ ഒക്കെ വല്യമ്മ കുന്നമംഗലത്തൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്, മർക്കസിന്റെ മുമ്പിലായിരുന്നു എന്റെ ഉമ്മയൊക്കെ ജീവിച്ച്. കാരന്തൂർ മർക്കസിന്റെ മുമ്പിൽ. സഹോദര, എന്റെ കുടുംബക്കാരിൽ ഭൂരിപക്ഷം ഉള്ളത് കാരന്തൂർ മർക്കസിന്റെ ചുറ്റട്ടത്താ. മൂത്താപ്പയുണ്ട്, മൂത്തമ്മുണ്ടായിരുന്നു, എളാമുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, മാമന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പലരും മരിച്ചുപോയി. അതിൽ അവരൊക്കെ പണ്ട് എന്റെ വല്യമ്മൊക്കെ, ഒരിക്കൽ പോലും ഖുർആൻ വായിക്കുന്ന വല്യമ്മനെ ഞാൻ കണ്ടിട്ടില്ല. 313 വക 400 മൊയ്തീമാല, മൊഴിയൊന്നും കിളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുന്ന, മനസ്സിലായ 400 കൊല്ലങ്ങൾക്കപ്പുറത്ത് രചിക്കപ്പെട്ട, അല്ലെ 10-ാം നൂറ്റാണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോ രചിക്കപ്പെട്ട മൊഹിദ്ദീൻമാല, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ജില്ല സ്വർഗം കിട്ടുന്ന പഠിപ്പിച്ച മനുഷ്യന്മാരവര്. അതേ മനുഷ്യന്മാരാണ് തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ. എഴുതിയതാ. അതിന്റെ 16-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഓതൽ എന്ന നിർബന്ധമായത് ഫാത്തിഹയാണ്. അത് അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല, പ്രത്യേകിച്ച് സുന്നത്തില്ല. അതേ ഖൗമ് ബുർദാ ബുസീരിയുടെ 16-ാമത്തെ പേജ്, ബുർദാ ബുസീരിയുടെ 16-ാമത്തെ പേജ് എഴുതിയപ്പോ എന്താ പറഞ്ഞതറിയോ? ബുർദാ ബുസീരിയിൽ ഒരുപാട് പ്രാർത്ഥന ഉണ്ട്, അതുകൊണ്ട് അർത്ഥം പഠിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥന ഉണ്ട്, അത് പഠിക്കണ്ടില്ല.
നിങ്ങൾക്ക് ഖുർആനിനോടുള്ള ബന്ധം. ആ സെന്റൻസ് എന്നൊന്ന് ശ്രദ്ധിച്ചോക്കെ. തഖ്ബീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നതിന് പൊതുജനങ്ങളെ, സാധാരണക്കാരെ തടുക്കുകയാണ്. അതിനെ പരിഭാഷപ്പെടുത്തുന്നത് തടുക്കുക അല്ലേ? എന്താ അവസ്ഥ? നിങ്ങളുടെ കള്ളത്തരം ലോകത്ത് വെളിവാവും. നമ്മൾ വിചാരിക്കൽ എന്താ? നമ്മൾ വിചാരിക്കും, ഞാൻ നിങ്ങളോട് പറയുന്നു തോന്നുന്നത്, ഈ ബംഗാളികൾ ഇവിടെ വരുന്ന പാവങ്ങള്, അവരുടെ പരിശുദ്ധ തങ്ങളെ കൂട്ടത്തിൽ ഒരു മൊയ്ലിയാർക്കില്ല. ഏറ്റവും മുന്തിയ മൊയ്ലിയാമാർ വഞ്ചകരാ നിങ്ങൾ, ചതിയന്മാരാ നിങ്ങൾ, കിതാബിലുള്ള കണ്ടിട്ട് മൂടി വെച്ചവരെ. നിങ്ങൾക്ക് എന്താ നരകത്തെക്കുറിച്ച് ഒരു പേടിയില്ലാത്തത്? എന്താണ് നരകത്തെക്കുറിച്ചൊരു മൈക്രോ സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഇത് ഗൗരവമായി പഠിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ നോക്കൂ, പരലോകത്തെ വിലാപം എന്താ? രാഷ്ട്രീയക്കാരെ പിന്തുടർന്നുള്ള വിലാപമൊന്നുമില്ല. ഈ രാജ്യം ഭരിച്ചവരെ കുറിച്ചല്ല മത്സരയിലെ വിലാപം. അത് ദുനിയാവിൽ ഇറങ്ങുപോയി. അതൊന്നും അവര് നേരെ വിളിച്ച് അവർ പറയുന്ന അറിയോ, ഞങ്ങൾ മൊയ്ലിയാരിതാ, മൊയ്ലിയാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. അങ്ങനെ ആയത്തുണ്ട് ഖുർആനിൽ, അങ്ങനെ ആയത്തുണ്ട്. സാദാത്യങ്ങൾ, അത് നമ്മൾ ആരെ പറ്റി പറയല്? നരേന്ദ്രമോദിനെ പറ്റി സാദാത്യങ്ങൾ എന്ന് പറയലുണ്ടോ? ഉണ്ടോ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് സാദാത്യങ്ങൾ നമ്മൾ പറയാറുണ്ടോ? AP സുന്നിയുടെ മുഴുവൻ ഓല കൂടെയാണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ അവിടെയാണല്ലോ വോട്ട് ചെയ്ത് ഉറപ്പിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പരലോകത്ത് അവരെ പറ്റി പറയോ? ഇല്ലെന്നാ ഖുർആൻ പറയുന്നത്. മറിച്ച് ഖുർആൻ എന്താ പറയോ? നിങ്ങളിലെ മുന്തിയ സാദാത്യങ്ങളെയും തങ്ങന്മാരെ പറ്റി നിങ്ങൾ പറയുന്ന പരലോകത്തെത്തിയിട്ട് നിങ്ങളുടെ വിലാപം എന്താ? നിങ്ങളുടെ വിലാപം എന്താന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ വിലാപം എന്താണ്? അത്തരം ആളുകളുടെ വിലാപം എന്താണ്? ആ വിലാപം കേൾക്കണ്ടേ? സൂറത്ത് അഹ്സാബിലാണ്, 33-ാമത്തെ അധ്യായമാണ്. എന്താ വിലാപം? നമുക്ക് ആ വിലാപം ഒന്ന് കേൾക്കേണ്ടതില്ലേ? ആ വിലാപത്ത് പറയുന്നത് അറിയോ? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലുന യാ ലൈതനാ അത്വഅനല്ലാഹ വഅതാനർ റസൂല. അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് പിന്നെ പറയുന്നറിയോ? സാദത്തനാ വകുബ്റാഅന ഫഅദല്ലൂന സബീല. വയലത്തൂർ സാദാത്യങ്ങളെയും ഇന്നെന്ന സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും ഞങ്ങൾ പിൻപറ്റി. അവർക്കപ്പുറത്തൊരു ഖുർആൻ ഞങ്ങൾ പഠിച്ചില്ല. അവർ പറയുന്നത് ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി. അവർ പറഞ്ഞു ഉസ്താദ് കള്ളം പറയില്ല. നിങ്ങൾ പരലോകത്താ പറയുന്നത്. അള്ളാന്റെ ഖുർആനില്ല. മുജാഹിദ് ബാലിശ്ശേരിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. MP അബ്ദുറഹ്മാൻ മൗലവിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. വട്ടം അബ്ദുള്ള ഹാജിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. KC അബൂബക്കർ മൗലവിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. K ഉമർ മൗലവിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. KP മുഹമ്മദ് മൗലവിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഈ മൊയ്ദ് മൗലവിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. അതുപോലത്തെ രണ്ടത്താണി മൊയ്ദ് സെയ്ദ് മൗലവിക്ക് ഒരു ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ആ ഖുർആനിലാ പറയുന്നത് യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിൽ മുഖം കുത്തി വീഴും. ആര്? സാദാത്യങ്ങളെയും കുബറായും. എന്നിട്ട് അവർ പറയുന്നത് അറിയോ? എന്താ അവിടുന്ന് പറയുന്നത്? അള്ളാനെയും റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും മൊല്ലമാരെയും ബക്കറ്റ് കച്ചവടക്കാരെയും കോടികൾ ഉണ്ടാക്കുന്ന ലേലക്കാരെയും 10 രൂപന്റെ കോഴിമുട്ട ലക്ഷത്തിന് വിറ്റവരെയും നാളെ മത്സരം കാണുമ്പോൾ പറയുന്നതറിയോ? റബ്ബനാ ആതി ഫൈന മിനൽ അദാബ്. പടച്ചോനെ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന്. അവിടെ കൈമുത്താൻ കൈയുണ്ടാവില്ല, കാലുമുത്താൻ കാലുണ്ടാവില്ല, കെട്ടിപ്പിടിക്കാൻ ഉണ്ടാവില്ല. അവിടെ പറയുന്നത് വലിയ ഉസ്താദ്, അത് നിൽക്കുന്ന ഉസ്താദെ, അള്ളാഹുവേ ഞങ്ങളതൊക്കെ തിന്നും മുടിച്ചും അത് കുടിക്ക് കൊട്ടാര സമാനമായ ജീവിതവും ഓരോ മാസവും പുതിയ പുതിയ ഫെറാറി കാറുകളും അതുപോലെ തന്നെ ലാൻഡ് ക്രൂസറും വരുത്തി അതിൽ യാത്ര ചെയ്യുന്ന പൗരോഹിത്യമാണ് റബ്ബയാ നിൽക്കുന്നത്. റബ്ബനാ ആതിൽ ഫൈന മിനൽ അദാബ്. ഇരട്ടി ശിക്ഷ കൊടുത്തേക്ക്. നിങ്ങൾ ആ ആയത്തിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിച്ചേ. എന്താ ശരിക്കും എന്താ പറയേണ്ടത്? വഹാബികൾ ഞങ്ങളെ പഴപ്പിച്ചു, സാദാത്യങ്ങളും ഖുറായിങ്ങളും സ്വർഗത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് പടച്ചോനെ സ്വർഗത്തിൽ ഇരട്ടി കൂലി കൊടുക്കണമെന്നല്ലേ? മറിച്ച് പറയുന്നത് നരകത്തിൽ ഇരട്ടി ശിക്ഷ കൊടുക്കണേ. എന്താ കാരണം? തെളിവുണ്ടായിട്ട് മൂടി വെച്ചു. ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി അരച്ചാൻ വയറിന് വേണ്ടി കള്ളത്തരം കാണിച്ചു. ഇനി ഇതിൽ എന്താ പറയാൻ? ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? നോക്കിക്കോളൂ നിങ്ങൾ. അടുത്ത വാചകം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം എന്താ? യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയഅകുലുന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വാഴക്കാട്ടുകാരോട്, വാഴക്കാടിന്റെ പരിസരങ്ങളിൽ നിന്ന് വരുന്നവരോട്, സത്യവിശ്വാസികളെ എന്ന് അല്ലാഹ് ആരെയാ വിളിച്ചേ? മുഹമ്മദ് നബി രൂപപ്പെടുത്തിയ ഉമ്മത്തിനെയല്ലേ? ആ ഉമ്മത്തിനോട് എന്താ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ, പുരോഹിതന്മാർ നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചോട്ടെ, നിങ്ങൾ 1 ഉറുപ്പ്യ തിന്നുന്ന എന്തെങ്കിലും ഒരു പദ്ധതി മുജാഹിദുകളുടെ കയ്യിലുണ്ടോ? ഒരാള് ജനിച്ചാൽ അന്ന് മുതൽ ഓൻ മരിച്ചാല്, ഒരു വ്യക്തി ജനിച്ച അന്ന് മുതൽ ഓന്റെ പേരിൽ ഓൻ മരിക്കണ വരെ അല്ല തിന്നുന്നത്. ഓൻ മരിച്ചിട്ട് മൊയ്ലിയാര് മരിക്കണ വരെ ഓന്റെ പേരിൽ തിന്നുക. ഒരു മഹലിൽ 100 ആള് മരിച്ച 100 ആളെ പേരിൽ 100 കൊല്ലം ജീവിച്ചിട്ട് തിന്നുക. അവിടെ 1 ലക്ഷം ആളിന്റെ 1 ലക്ഷം ആളെ പേരിൽ തിന്നുക. കണ്ണൂക്കായിട്ട് 15ആയിട്ട് 40ആയിട്ട് നബിദിനായിട്ട് ചാവടി എന്തരായിട്ട് ഇതുപോലുള്ള ഉറൂസുകളായിട്ട് സലാത്തുകളായിട്ട്
അന്യായമായിട്ടാ തിന്നുന്നത്. എന്നിട്ട് അള്ളാഹ് പറയണത് അന്യായമായി തിന്നണമെങ്കിൽ സുന്നത്തിന്ന് തെറ്റിക്കണം എന്ന്, ഇസ്ലാമെന്ന് തെറ്റിക്കണം എന്ന്. മൊയ്ലിയാമാർക്ക് അങ്ങനെ തിന്നണമെങ്കിൽ ഞങ്ങൾക്ക് ഇസ്ലാം അല്ലാത്ത ഒന്ന് പറയേണ്ടി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറിജിനൽ ഇസ്ലാം അനുസരിച്ച് സർക്കാർ ജോലിയുള്ള ആളുകൾ ഒരു പ്രസംഗിക്കാൻ പോയാൽ കൂലി പോലും വാങ്ങാൻ പാടില്ല, യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച്. കാരണം എന്താ, ഓൾക്ക് ശമ്പളം ഉണ്ട്, ഓൾക്ക് ജോലിയുണ്ട്, ഓൾക്ക് സർക്കാർ ശമ്പളം ഉണ്ട്, അല്ലാത്ത വരുമാനമുണ്ട്, കച്ചവടക്കാരുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളെ. എന്നിട്ട് അള്ളാഹ് ആയത്ത് പറയുന്നത് എന്താ, സ്വർണവും വെള്ളിയും അവർ കൂമ്പാരമാക്കി വെച്ചു. കാരണം അവരെ സംബന്ധിച്ചോളാ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം സുന്നി പ്രസ്ഥാനത്ത് നിന്ന് മുജാഹിദായ ഒരാളിനോട് പറഞ്ഞു, ഉസ്താദേ ഞാനേ ഇവിടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ആ സ്ഥലത്ത് എനിക്കൊരു പരിപാടി ഉണ്ട് 26-ാം തീയതി. അതായത് കാന്തപുര ഉസ്താദിന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിഞ്ഞ പയ്യൻ സൗദി പോയിട്ട് മുജാഹിദായി. എന്നിട്ട് ഓന്റെ ഭാര്യനെ തലാക്കെല്ലാം പറയണം മൊയ്ലിയന്മാര്. ആരാ പറയുന്ന അറിയോ? അബ്ദുൽ ഹക്കീം ഫൈസി, അബ്ദുൽ ഹക്കീം അസേരി. പിന്നെയോ കാന്തപുരത്തിന്റെ മരുമകൻ അവരാവശ്യപ്പെടുകയാണ്, എന്താ ഇജ്ജ് മുജാഹിദാണ്, മനസ്സിലായോ? ആ ചെറിയോൻ പറയാണ്, ഞാൻ എന്റെ നിക്കാഹിന് ഉസ്താദിനെ കൊണ്ടുവന്ന്, ഫൈസിയെ കൊണ്ടുവന്ന്. ആ കൊണ്ടുവന്നപ്പോ ഒരു ചെറിയ കാറായിരുന്നു ഉണ്ടായിരുന്നത്. അയാള് അത് കേറിയിട്ട് അവിടെ എത്തുന്നവരെ എന്നോട് വെറുപ്പ് കാണിച്ചു. ചെറിയൊരു കാറായതിന്റെ പേരിൽ ഞങ്ങളൊക്കെ 80-90 കിലോമീറ്റർ കഴിഞ്ഞ 10 കൊല്ലത്ത് വരെ ടൂ വീലറിൽ പോയ ആളുകളെ ഞങ്ങള്. ഇവിടെ അതല്ല, വിദേത്തും ശിർക്കും പ്രചരിപ്പിക്കുന്നവൻ ഉസ്താദിന്റെ വക എവിടെയാണ് കിട്ടുന്നത്? ആ പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് പറ്റിച്ചുണ്ടാക്കുന്ന പണം, ദർഗയിൽ ഉണ്ടാക്കുന്ന പണം, ഹലാലായ 1 റിയാല് തിന്നാത്ത ജീവിതങ്ങളത്. അത് നിങ്ങൾ ആലോചിച്ചോളൂ ഉസ്താദ്മാരെ. നിങ്ങൾക്ക് മനസാക്ഷി കുത്തുണ്ടാവില്ല, ഞങ്ങൾക്കറിയാം. ഒന്ന് ശീലിച്ചാ പിന്നെ മനസാക്ഷി കുത്തിന്റെ പ്രശ്നം വരുന്നില്ല, മനസ്സിലായോ? അബൂബക്കർ സിദ്ദീഖിന്റെ ചരിത്രം ഞാൻ പറയുന്നത് കേട്ടോളി. ഈ സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് പറയാണ്, എന്റെ ഒട്ടകത നബി എങ്ങക്ക്. നബി എന്താ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറെ എനിക്ക് വേണ്ടപ്പെട്ട ആളാ, ഞാൻ നിനക്കും വേണ്ടപ്പെട്ട ആളാ, എല്ലാം റെഡിയാ. പക്ഷെ അബൂബക്കർ ഓസിക്ക് മന്ന എന്നെ കിട്ടൂല, എന്റെ ഒട്ടകത്തിന്റെ വില പറ. ശരിക്കും പഠിച്ചോളിട്ടോ, നിന്റെ ഒട്ടകത്തിന്റെ വില പറ, ആ ഒട്ടകത്തിന്റെ വില ഇങ്ങോട്ട് പറ. നബിയെ ഞങ്ങളോട് ഒട്ടകത്തിന് വില വയ്ക്കേ, മാഞ്ഞാളം കളിക്കും, നിന്നെ കിട്ടൂല, അല്ലെന്നോട് വെച്ചോ പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ഈ നബിയുടെ ഷോൾഡറിൽ നിന്നൊരു ടവല് താഴെ വീണു, ഒട്ടകപ്പുറത്തുനിന്നൊരു ടവല്. ഒരു സഹാബി കുനിഞ്ഞപ്പോ നബി ചോദിച്ചു, നിന്റെതാണോ? അല്ല, അത് മുഹമ്മദിന്റെ തോളിനല്ലേ വീണത്, എടുക്കാൻ എനിക്കറിയാം. മുസ്ലിംമാരെന്താ തട്ടം പൊട്ട, മുസ്ലിംമാരുടെ ഷോൾഡറിൽ നിന്ന് താഴെ വീണു. ഒരു കുനിയോ ജീവിതത്തിൽ? കുനിയാൻ എത്ര മൊല്ലമാർ ഇവിടെ ഉണ്ട്, അടിമകൾ ഇവിടെ ഉണ്ട്. സ്ലേവറി, അടിമത്തം, ഈ പൗരോഹിത്യത്തിൽ നിങ്ങൾ സമർപ്പിച്ച അടിമത്തം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, കേട്ടോളൂ. അള്ളാഹ് പറയാനെന്ത്? പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം അന്യായമായി തിന്നും, എന്നിട്ട് ഓലിങ്ങനെ തടിച്ചു കൊഴുക്കും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ചില പ്രാസംഗികരുണ്ട്, ബാക്കവിമാര്. 50,000 റുപ്യാണ് ഒരു പ്രസംഗത്തിന് ചുരുങ്ങിയത്. 1 ലക്ഷം വാങ്ങുന്ന ആളെ എനിക്കറിയാം. EP എന്ന് ഇനീഷ്യൽ തുടങ്ങുന്ന ഒരാളെ. ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പോഴും, എന്റെ തട്ടകവും അതാണ്. എന്നിട്ട് 25,000 റുപ്യ ആദ്യ അക്കൗണ്ടിൽ കാണണം ഇവിടുന്ന് പുറപ്പെടണമെങ്കിൽ, മനസ്സിലായോ? പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓർത്തോ, അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ലവിടെ. നിങ്ങൾ സത്യം പറഞ്ഞവരല്ല, അസത്യത്തിന് കൂട്ടുനിന്നവരാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന സൂറത്ത് ഖിയാമയിൽ പറഞ്ഞ ആ അവസ്ഥയിലാണ്. 23 ശേഷമുള്ളതാണ് 75-ാം അധ്യായം. കനിവാളിച്ച മുഖവുമായി നിങ്ങളൊന്ന് നിൽക്കും, നിങ്ങളുടെ മുഖം താഴ്ന്നു നിൽക്കും. കാരണം നിങ്ങളത് കാണും. അത് പറയുന്ന രംഗണ്ട് ഖുർആനിലെ സൂറത്ത് ബഖറ 165, 166, 167. അതിൽ പറയുന്നതറിയോ? ഇത് പണ്ഡിതന്മാരെ അവിടെ ഫോളോ ചെയ്ത ആളുകളില്ലേ, അനുയായികള്, ഇപ്പൊ ലക്ഷക്കണക്കിന് മോരും മുദ്രയും വെച്ച ആണും പെണ്ണും ഇവിടെ വരുന്നേ. ആ ആണും പെണ്ണും പരലോകത്ത് അവരെ കണ്ട ഉസ്താദ് പറയാണ്, ഇനി രക്ഷല്ല. അവിടെ പറയുന്ന കാര്യം തന്നെ എന്തറിയോ? അവിടെ ചെന്നിട്ട് പരലോകത്ത് വെച്ചിട്ട് പറയാ, ശിക്ഷ കാണുമ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആകാശഭൂമി നിയന്ത്രിക്കുന്നത് സിയമടൂരാണ്. പരലോകത്ത് പോയിട്ട് ഈ മൊയ്ലിയാര്, ഈ ഉസ്താദ് അവിടെ ചെന്നിട്ട് പറയുന്നതറിയോ? എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്, ഞങ്ങൾ നിങ്ങളോട് നുണറിഞ്ഞാണ്. സൂറത്ത് ബഖറയില പഠിച്ചേളി. ഉസ്താദ്മാർ ഇവിടെ നിന്ന് എന്താ പറയുന്നത്? അവിടെ നിന്ന് അജ്മീർ നിയന്ത്രിക്കും, ഇവിടെ നിന്ന് സിയമക്കാമെന്ന് നിയന്ത്രിക്കും. കാന്തപുരം ഉസ്താദ് പറഞ്ഞ അങ്ങനല്ലേ?
ജീവിതകാലം CM-ന്റെ ജീവിതകാലത്തും എന്നെ നിയന്ത്രിച്ചത് CM ഇടവൂരാണ്. CM-ന്റെ മരണത്തിന് ശേഷം എന്നെ നിയന്ത്രിക്കുന്നത് CM ഇടവൂരാണ്. ഞാൻ ഒരു മാസം മൈത്രയെ കിടന്ന് മരണക്കിടക്കെ കിടന്നതോ അപ്പൊ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അത് മറ്റൊരു വിഷയ അല്ലേ. പറയുന്നത് എന്താണ്? ഓരൊക്കെയാണ് നിയന്ത്രിക്കുന്നത്, അവരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് അല്ലെ. അങ്ങനെ നിയന്ത്രിക്കുന്ന ഈ ആളുകളെ നിങ്ങളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുത്തുനബി പഠിപ്പിച്ച ഈ ഖുർആനിലെ, ഈ ഹദീസിലെ, ഈ ചരിത്രത്തിലെ തത്വങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയാ, ചാടിക്കൊളി. ആ കപ്പൽ മുങ്ങുന്ന കപ്പലാണ്. ഫിർഖത്തുൻ നാജിയയുടെ കപ്പൽ അറബിക്കടലിൽ നങ്കൂരമിട്ടിട്ട് കാലമത്രയായി. നൂഹ് നബി നയിച്ച ആ കപ്പൽ ആ പർവ്വതത്തിന്റെ ആ ഉച്ചസ്ഥായിൽ ജൂതി പർവ്വതത്തിൽ വന്നടിഞ്ഞ അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെട്ട, അള്ളാഹുവിന്റെ കൈകളാൽ സംരക്ഷിക്കപ്പെട്ട ആ അധർമ്മത്തിനെതിരായി ശബ്ദിച്ച, ശിർക്കിനെതിരെ പടപൊരുതിയ 950 വർഷം ജീവിച്ച ഒരു പ്രവാചകന്റെ ദഅവത്തിന്റെ പാതയിൽ അള്ളാഹ് അനുഗ്രഹിച്ച ആ കപ്പൽ വിജയിച്ചവരുടെ കക്ഷി ഫിർഖത്തുൻ നാജിയ. ആ നാജിയുടെ കപ്പൽ, ആ വിജയത്തിന്റെ കപ്പൽ ഇവിടെ നങ്കൂരമിട്ടു. അതിൽ കയറിക്കൊള്ളി. ആ കപ്പലിൽ ആര് കയറിയെന്നറിയോ? അബൂജഹലിന്റെ മകൻ ഇക്രിമ കയറിയത് ആ കപ്പലിലാണ്. കയറിക്കൊള്ളി, രക്ഷപ്പെടും. നിങ്ങളെ ഞങ്ങൾ ചതിക്കില്ല, നിങ്ങളെ ഞങ്ങൾ ചതിക്കില്ല. ആരാന്റെ ചെലവിന് ജീവിക്കുന്നത്? ഞാനൊക്കെ എന്റെ കൂടെ എത്ര ആള് വരും, ഹോട്ടലൊക്കെ കയറി എനിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നോട് ഹിന്ദുക്കൾ വരെ, എന്നെ അറിയുന്ന ഒരുപാട് മുസ്ലിങ്ങളുടെ ഞാൻ അമ്പലത്തിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് അവരെ കട കയറി ഉസ്താദ് പൈസ ഉണ്ടാറിയും. അപ്പൊ ഞാൻ അവരോട് പറയില്ല, ഞാൻ മൊയ്ലിയാരല്ല, ഞാൻ മൊയ്ലിയാരല്ല, ഓസിക്ക് തിന്നുന്ന ആളല്ല. എന്റെ ചെലവിൽ നിങ്ങൾ ജീവിക്കുക, അങ്ങോട്ട് കൊടുക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ഒരു ചായ വാങ്ങി കുടിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് ജീവിതം മുഴുവൻ അങ്ങനെ കിട്ടി വാങ്ങിയേ കുടിക്കൂ. തിരിച്ചങ്ങോട്ട് കൊടുക്കുവോ? ഏതെങ്കിലും ഒരു ഉസ്താദ് കൂട്ടിക്കൊണ്ടേ നിങ്ങൾക്ക് നെയ്ച്ചോറ് വാങ്ങി തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ബിരിയാണി വാങ്ങി തന്നിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടേണ്ടോ? നിങ്ങളെ ആനയിച്ച് മുന്നിൽ ഇരുത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വെഞ്ചാമരം വീശിക്കൂടി. പരലോകത്ത് എന്താ പറയുന്നത്? പരലോകത്ത് പറയുന്നത് കഴിവൊക്കെ അല്ലാക്ക, ഒരു ശൈഖിനും കഴിവില്ല. എന്നിട്ട് അടുത്ത വാചകം എന്താ? ഇത് നോക്കണം, നേതാക്കന്മാരും അനുയായികളും വേർപിരിയും. അന്ന് അവിടെ വെച്ച് ഈ നൂറെ അജ്മീറിൽ വന്ന ആൾക്കാർ പറയുന്ന വാചകം എന്താ അറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, ഒന്ന് വാഴക്കാട്ടേക്ക് മടക്കിത്താ. ഖുർആനാ പറയുന്നത്, ഒന്ന് വാഴക്കാട്ടേക്ക് മടക്കിത്താ. എന്റെ നെഞ്ചത്ത് കയറി ഞങ്ങൾ ചവിട്ടുമല്ല. ഈ മത്സരയിൽ ഞങ്ങൾ കൈവിട്ടു. ഈ മത്സരയിൽ ഞങ്ങളോട് പറയുന്നത് ഒരു അജ്മീറിലെ നിയന്ത്രണമില്ല, നിയന്ത്രണമൊക്കെ അല്ലാഹ്ക്കാണ് എന്ന് അവിടുന്ന് പറയും. എന്നിട്ട് എന്താ പറയുന്നതോ? വാഴക്കാട്ടേക്കൊന്ന് മടക്കുന്നാഥാ, അങ്ങ് മടക്കൂ പഠിച്ചവനെ. എങ്ങോട്ട്? മലപ്പുറം ജില്ലയിലെ മുട്ടിപ്പടി സ്വലാത്തിലേക്കൊന്ന് മടക്കൂ, ചെട്ടിപ്പടിയിലേക്കൊന്ന് മടക്കൂ, ഒന്ന് മടക്കിത്താറമ്പേ. എന്നിട്ട് എന്താ പറയുന്നറിയോ? ഇനി ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കുകയാണെങ്കിൽ ഈ പരലോകത്ത് വെച്ച് വരെ ഞങ്ങൾ വിട്ടേച്ച് പോയല്ലോ, അതുപോലെ ഈ മൊയ്ലിയന്മാരെ വിട്ടേച്ച് അവരെ ചുംബിക്കാനൊന്നും ഞങ്ങൾ ഇനി കിട്ടുക റബ്ബേ. ഇവിടെ മുഖ്യമന്ത്രിയെ വിട്ടേച്ച് പോകുന്നല്ല പറഞ്ഞ്, ഇവിടെ പ്രധാനമന്ത്രിയെ വിടുന്നല്ല, ഇവിടെ ഫിറൗനെ വിട്ടേച്ച് പോകുന്നല്ല, അവരൊക്കെ ഭരണാധികാരികളാണ്. പക്ഷെ അന്നത്തെ ഓരോ കാലത്തിലെ ഭരണാധികാരിയും ഓരോ കാലത്തിലെ പൗരോഹിത്യവും, അതിൽ പൗരോഹിത്യത്തെ പരലോകത്ത് പ്രതിക്കൂട്ടിൽ കൊണ്ടുവരും, അല്ലാതെ ഭരണാധികാരികളെയല്ല. പരലോകത്തൊരു കോൺഗ്രസ് ഒരു CPM ഒന്നും ഓർമ്മ ഉണ്ടാവില്ല നമുക്ക്. അത് മനസ്സിലായിക്കോളി. ഇവിടെ തുള്ളിച്ചാരിക്കൊന്നും കാര്യമില്ല. ആഖിറത്തിൽ രക്ഷപ്പെടാൻ ആ മുസ്ലിങ്ങളോടാ പറയുന്നത്. നാളെ ജീവിച്ചിരിക്കുന്ന എനിക്കൊരു ഉറപ്പില്ല, എനിക്കൊരു ഉറപ്പില്ല. ഓരോ ഉറപ്പും അല്ല നമുക്ക് തന്നിട്ടില്ല. എവിടെ വെച്ച് അല്ല പറയാൻ മരണത്തെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാ വഖഅത്തുൽ വാഖിയ 56 60 വചന. ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്ന ഒരു ഖുർആനിക വചനം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പിംഗ് കാണിച്ചു തരാം. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പൂർണ്ണമായ ഒരു ഖുർആനിക വചനം. 4-ാം അധ്യായം സൂറത്ത് നിസാ 59-ാമത്തെ വചനം. അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ബശീറേ സുബൈറേ അബ്ദുൽ ഖാദറേ, ദാ നോക്കുമോനെ സത്യവിശ്വാസി, അല്ലാഹനെ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ, നിങ്ങളുടെ നേതൃത്വത്തിലുള്ളവരെയും അനുസരിക്കണേ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണേ. എന്നിട്ട് എന്താ പറയുന്നത്? ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയിലായാൽ ഫറുദ്ദൂഹു, മടക്കിക്കോ, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്, റസൂലി, റസൂലിലേക്കും. അവിടെ ഉലുൽ അംറിനെ കട്ട് ചെയ്തു.
ഈ ഉലുൽ അംർ പോലും മടക്കേണ്ടത് എങ്ങോട്ടാ? ഖുർആനിലേക്ക് സുന്നത്തിലേക്കാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്ന വാചകം എന്താ അറിയോ? ദാലിക ഖൈറുൻ, അതാ നിങ്ങൾക്ക് നല്ലത്. ഇൻ കുൻതും തുഖ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണോ? റസൂലിൽ ഞാൻ ചോദിക്കുകയാണ്, വാഴക്കാട്ട് ഇതിന് പങ്കെടുക്കുന്നവരോട് ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള വിധി ആശയത്തിൽ പോകുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പരലോകത്ത് വിശ്വസിക്കണ്ടോ? എങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആനിലേക്ക് സുന്നത്തിലേക്കാണ്. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കി നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചോ ഒരു പടപ്പ് വേശ്യാലത്ത് പോകുന്ന പോലെയല്ല ഇത് ഞാൻ പറയുന്നല്ല. ഒരു പടപ്പ് ഒരാളെ കൊല്ലുന്ന പോലെയല്ല ഇത്. ഒരു കള്ളി ഷാപ്പിലേക്ക് കൊടുന്ന ഒരു ബഷീർ കയറി പോന്ന്, ഈ നൂറെ അജ്മീറിലേക്ക് ഒരാൾ കയറി പോന്ന്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, നൂറെ അജ്മീറിലേക്ക് പോകുന്നവന് കള്ളി ഷാപ്പ് പോകുന്നവനേക്കാൾ വലിയ പാപിയാണ്. ഈ വിഭാഗം എന്താ പറയുന്നത്? അമ്പലക്കടവിൽ നിന്ന് അമ്പരപ്പിക്കും വയല് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്താ ഞങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പിൽ നിന്ന് കേട്ടോ, അമ്പലക്കടവ് പറയുന്നത് എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന വ്യഭിചാരത്തെക്കാൾ, നമ്മൾ ചെയ്യുന്ന മദ്യപാനത്തെക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത്. ഞാൻ പറയല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടുന്ന് കള്ളിഷാപ്പിലേക്കാണ് പോണ്, ഒരാൾ നൂറെ അജ്മീറിന് പോണ്. നൂറെ അജ്മീറിന് പോകലാണ് കള്ളിഷാപ്പ് പോകുന്നതിനേക്കാൾ വലിയ പാപം. മുജാഹിദ് ബാൽസിനെ കുറിച്ചിലേക്കണ്ട, ഞാനല്ല പറയുന്നത്, അമ്പലക്കടവാണ് പറയുന്നത്. നിങ്ങൾ കേട്ടു നോക്ക്. അപകടകരമായ മാർഗത്തിൽ ചെന്നുചാടാനാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? അത് തെറ്റാണെന്ന് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തോപത്തിയില്ല. ആ വികാസം ശാശ്വതമായി മുന്നോട്ട് പോകും. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ സമ്മാനിയായിരിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു വിദാത്തിന്റെ വാഹകനായി സഞ്ചരിക്കണമെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിദാത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നുചാടാനാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ഒരാൾ വിദാത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല. ആ വിദാത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ സമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു വിദാത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാങ്കന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗം അങ്ങനെ തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പലക്കട പറയുന്നത് എന്താണ്? വ്യഭിചരിക്കുന്നതിനേക്കാളും മദ്യപിക്കുന്നതിനേക്കാളും പിശാചിന് ഏറ്റവും ഇഷ്ടം ഒരാൾ നൂറെ അജ്മീറിൽ പോകുന്നതാണ്. കാരണം എന്താ? അത് ശുദ്ധ. ഇത് ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെമ്പറിൽ അതിട്ടിട്ട് കുറെ ആ കാലം അലവി കൊണ്ടിരുന്നു, ഈ മൊല്ലമാര് കൊണ്ടിരുന്നു. അന്ന് ഞാൻ സുഫിയാൻ സൗരിയെ ഉദ്ധരിച്ചിരുന്നു. അത് നിങ്ങൾ കട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ കട്ട് ചെയ്യാതെ കേൾപ്പിച്ചു. നിങ്ങൾ പറയാ, ഇവിടെ എന്താ നിങ്ങൾ പറയുന്നത്? ബിദ്അത്ത് തൗബല്ലാണ്. അതായത് ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും പശ്ചാത്തപിക്കില്ല. കണ്ണുകുടിയൻ പശ്ചാത്തപിക്കും, വ്യഭിചരിക്കുന്നവനും പശ്ചാത്തപിക്കും. നേരെ മറിച്ച് ബിദ്അത്തിൽ പശ്ചാത്താപമില്ലാത്തതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ പാപം, അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഈ നൂറെ അജ്മീർ പോലെ, അതുപോലെ നൂറെ മജ്ലിസ് നൂറ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ മുത്തുനബിയുടെ കാലത്തൊന്ന്? നിങ്ങൾ എന്തെല്ലാം ന്യായീകരിച്ച ഇതൊക്കെ ഒപ്പിക്കുന്നത്? ഇത് ദീനല്ല കൂട്ടരെ, ഇത് ശുദ്ധ ബിദ്അത്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നല്ലതായ ബിദ്അത്തില്ലേ? ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായിരുന്ന. നബിയെ, നിങ്ങളൊരു പുതിയ ആളൊന്നല്ല. അവിടെ ബിദ്അത്ത് എന്ന പദം ഖുർആൻ ഉപയോഗിച്ചു. ഖുർആൻ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചു. ആ ബിദ്അത്ത് എന്താണ് ശരിക്കും? അതുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത് എന്താണ്? അത് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കണമല്ലോ. അതെന്താ? വിശുദ്ധ ഖുർആൻ 46-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറഞ്ഞ ആ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയ ആളല്ല. അപ്പൊ പുതിയത്, അതാണ് ബിദ്അത്ത് ഭാഷാപരമായി. അതുപോലെ 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 20-ാമത്തെ വചനം, അതായത് കന്യാ സ്ത്രീ, അതായത് സന്യാസം, അതിനെപ്പറ്റി പറഞ്ഞ ഖുർആൻ എന്താ സൂറത്ത് ഹദീദ് പറഞ്ഞ്? അവിടെ ഉപയോഗിച്ചത് ബിദ്അത്ത്. അതായത് ഇത് നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയതാണ്. പൗരോഹിത്യം ഉണ്ടാക്കിയാണ് ബ്രഹ്മചര്യം, അത് നിങ്ങളുടെ വകയാണ്. അവിടെയും ഉപയോഗിച്ച പദം ബിദ്അത്ത് എന്ന പദമാണ്. അതുപോലെ തന്നെ ബദീഉസ് സമാവാതി വൽ അർദ്, അവിടെ എന്താണ്? അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും പുതുതായി ഉണ്ടാക്കി എന്ന് പറയുന്നിടത്തും ഈ ബിദ്അത്ത് എന്ന പദമാണ്. ഭാഷാപരമായി ബിദ്അത്ത് എന്ന പുതിയത്. നേരെ മറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ആ ബിദ്അത്ത് മതത്തിൽ പുതുതായി ഉണ്ടാക്കിയത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫവറദുൻ.
മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദുൻ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല, ഇമാം ബുഖാരി, മുസ്ലിം എക്സെട്രാ തബറാനി ഇവരൊക്കെ ഉദ്ധരിച്ച കാര്യമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞ മതത്തില്. അത് പറയുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ദുർബലനായ ശരീരം, ശക്തമായ ഖുർആനിക പണ്ഡിതൻ, പല കാര്യങ്ങളും മറ്റെല്ലാരേക്കാൾ അറിയുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കുഫയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ധരിക്കുന്നുണ്ട്. മഷ്ഹൂറായ സംഭവം. അവിടെ ദിക്ർ ഹൽക്ക, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. കൂഫ പള്ളിയിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ചെന്നു. സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു പള്ളിയിലെ ആളുകൾ വട്ടത്തിലിരിക്കുക. കുഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കുഴിയുടെ ഓരത്ത് 100 കല്ല് വെച്ചിട്ടുണ്ട്. കബ്ബിറൂമിയ, ഹല്ലിലൂമിയ, സബ്ബിഹൂമിയ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് കല്ലുകൾ. ഇത് കണ്ടപ്പോ അബൂ മൂസ അശ്അരിക്ക് ദേഷ്യം പിടിച്ചു. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ചിന്തിക്കണം. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അബൂ മൂസ അശ്അരിക്ക് എന്തുകൊണ്ടായിരിക്കും ദേഷ്യം പിടിച്ച്? സുബ്ഹാനല്ലാഹ് എന്നുള്ളത് കേട്ടിട്ടാണോ ദേഷ്യം പിടിച്ച്? അൽഹംദുലില്ലാഹ് കേട്ടിട്ടാണോ ദേഷ്യം പിടിച്ച്? അല്ല. സുബൈക്ക് മുമ്പ് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി ദിക്ർ ഹൽക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റിലിരുന്ന് കല്ലുകൊണ്ട് ഇങ്ങനെ എണ്ണുന്ന പരിപാടി ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു കൈഫിയത്തില്ല. സുബ്ഹാനല്ലാഹ് ചെല്ലേണ്ട സമയമുണ്ട്, അൽഹംദുലില്ലാഹ് ചെല്ലേണ്ട 33, 34 ഒക്കെ റിപ്പോർട്ടുണ്ട്. 100 വട്ടം ചെല്ലേണ്ട സന്ദർഭങ്ങളുടെ ഒക്കെ ഉണ്ട്. എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു രൂപം അബൂ മൂസ അശ്അരി കണ്ടിട്ടില്ല. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പള്ളിയിൽ കയറി വന്നപ്പോൾ കാണുന്നത് എന്താ? ഭക്തന്മാരായ ആളുകൾ ഇരുന്നിട്ട് അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് 100 തവണ ചെല്ലുക. ഒരു വ്യഭിചരിക്കുന്നിടത്തോ ഒരു മദ്യപാന സ്ഥലത്തോ ഇല്ലാത്ത ദേഷ്യം അബൂ മൂസ അശ്അരിക്ക് ഉണ്ടാവുകയാണ്. അതാണ് യഥാർത്ഥ ഇസ്ലാം പഠനം. കാരണം ബിദ്അത്ത് കൂട്ടരെ മതത്തിൽ പങ്കു ചേർക്കലും കൂടിയാണ് ബിദ്അത്ത്. അതറിയോ നിങ്ങൾക്ക്? വിശുദ്ധ ഖുർആൻ പറയാൻ, വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ച പദം എന്താ അറിയോ? സൂറത്ത് ശുറയിലാണ്, 21-ാമത്തെ വചനമാണ്. അവിടെ പറയുന്നത് അറിയോ? പിന്നെ അതായത് അള്ള മതമായി നിശ്ചയിക്കാത്ത ഒന്നിനെ മതമായി നിശ്ചയിച്ചു തരുന്ന വല്ല പങ്കാളികളും അടിവരട്ടോ. ഭയങ്കരമായ വിശദീകരണമാണ് പണ്ഡിതന്മാർ ഈ ആയത്തിന് നൽകുന്നത്. എന്താണ് ആ വിശദീകരണം? എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാൾ ഒരു ദിക്ർ ഉണ്ടാക്കി, ഒരു സലാത്ത് ഉണ്ടാക്കി, ഒരു പുതിയ ആചാരം ഉണ്ടാക്കിയിട്ട് ഇത് ദീനാണ്, പുണ്യകരമാണ് എന്ന് അയാൾ പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്നത് അള്ള പഠിപ്പിച്ച പോലെ, റസൂൽ പഠിപ്പിച്ച പോലെ ഇയാൾക്കും ചില സ്വലാത്തും ചില ദിക്റുകളും പഠിപ്പിക്കാൻ അവകാശമുണ്ട് എന്ന് വകവെച്ചു കൊടുത്താൽ അയാളെ ഇവർ അള്ളാഹുൽ പങ്കു ചേർത്ത് ശിർക്ക് ചെയ്തു. ചെറിയ സംഗതിയല്ല. 42-ാം അധ്യായം 21-ാമത്തെ വചന. അറിയണം നമ്മളിത്, പഠിക്കണം നമ്മളിത്. അതുകൊണ്ടാണ് അബൂ മൂസ അശ്അരി ഓടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് ഓടുന്നത്. അവിടെ ചെന്ന് സലാം പറഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥനായിട്ടാ കാണുന്നത്, പ്രകോപിതനായിട്ടാ കാണുന്നത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അബൂ മൂസ അശ്അരി എന്ത് പറ്റി? ഞാനൊരു വലിയ തെറ്റ് കണ്ടു. എന്താ? പള്ളിയിൽ വ്യഭിചാരം നടന്നതാ? മദ്യപാനം നടന്നതാ? അല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എന്താ പ്രശ്നം? ഈ ദിക്റിനാണോ പ്രശ്നം? ഈ ദിക്ർ ചെല്ലാൻ അവർ കുഴി ഉണ്ടാക്കണം, കല്ലെടുത്ത് വെക്കണം, അവരെ വകയായിട്ട് അതിന് ലീഡർ ഉണ്ടാകുന്നു, അവിടെ 100 വട്ടം അവർ ചെല്ലുന്നു. ഇതൊന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചല്ല. സംഭവം നല്ലതല്ലേ ചെല്ലുന്നത് ആണ്. എന്നിട്ട് അവരെന്താ ചോദിക്കണത്? എന്നെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കണം, അവർക്ക് അവരെ പാപം എണ്ണിക്കൂടായിരുന്നോ? ഈ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് 100 വട്ടം ചെല്ലുന്നതിന് പകരം പാപം എണ്ണിക്കൂടായിരുന്നോ? ഇത് പറയുന്നത് ആരാ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, ഇബ്നു ഖയ്യിം ജൗസി അല്ല, അല്ലെങ്കിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അല്ല, ഇമാം റാസി അല്ല, ഇമാം ഷാഫി അല്ല, ഇമാം അബൂ അഹ്മദ് ബിൻ ഹംബൽ അല്ല, ഇമാം അബൂ ഹനീഫത്തുൽ ഖൂഫി അല്ല, ഇമാം മാലിക് ബിൻ അല്ല. പിന്നെ ആരാ? നോക്കൂ നിങ്ങൾ, ശരിക്കും ചിന്തിക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ പള്ളിയിലേക്ക് കയറി ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ദിക്ർ ഹൽക്കയുടെ നേരെ ചെന്നു. അദ്ദേഹം ഒരു സലാം അടക്കി മർഹബ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് അവർക്ക്. കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കാണുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ചോദിച്ചറിയോ, യാ ഉമ്മത്ത മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, നിങ്ങൾ എത്ര വേഗത്തിലാണ് പിഴച്ചുപോയത്? എങ്ങനെ നിങ്ങൾ എത്ര വേഗത്തിലാണ് പുണ്യാളന്മാരായതെന്നാണോ? ആണോ? നിങ്ങൾ എത്ര വേഗത്തിലാണ് പുണ്യാളന്മാരായതെന്നാണോ? നിങ്ങൾ എന്തൊരു വലിയ മുത്തക്കികളാണ് എന്നാണോ? നിങ്ങൾ നബിയെ സ്നേഹിച്ചവരാണ് എന്നാണോ? നിങ്ങൾ എത്ര വേഗത്തിലാണ് പിഴച്ചുപോയത്? നബിയുടെ പാത്രം കേടുവന്നിട്ടില്ല, നബി ധരിച്ച വസ്ത്രം നിരുമ്പി പോയിട്ടില്ല, നബിയുടെ ബോഡിയുടെ ഗന്ധം പോലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് പോയിട്ടില്ല. അതിനിടയിൽ നിങ്ങൾ ഫസാദപ്പെട്ടു പോയല്ലോ. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ, അബൂ മൂസ അശ്അരിയോ? എനിക്ക് ഏറ്റവും ആഗ്രഹം ആര് വരാനറിയോ? ഉമർ ഇബ്നു ഖത്താബ്. അവങ്ങൾ ചോദിക്കാൻ എന്താ? ഒന്നല്ല, മൂപ്പര് കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആളാ. ഇവരൊക്കെ അത് ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം മൂപ്പര് ഭരണാധികാരിയാണ്, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ മിനിമം ഉമർ ഇബ്നു ഖത്താബ് ചെയ്ത പണി ചെയ്യണ്ട.
ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രത്തിൽ ഒരു സംഭവങ്ങൾ ശരിക്കും നെഞ്ചിൽ കോർത്ത് വെച്ചോളി. ഒരു മനുഷ്യൻ തോന്നിയ പോലെ ഖുർആനും സുന്നത്തും പറഞ്ഞാണ്. ഖുർആൻ മൂപ്പര വകയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഈ വിവരം ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കി ഇങ്ങനെ നടക്കുക, അള്ളാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥവും ആശയമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുക. ആ നടക്കുന്നിടയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വിവരം അറിഞ്ഞു. അയാളെ വരുത്തിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ്. ഈത്തപ്പനയുടെ കൊലച്ചിലുണ്ടല്ലോ, എന്തായിരിക്കും അത് എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഊഹിക്കാലോ. അതുകൊണ്ടങ്ങട്ട് അടിച്ചിട്ട് ചാന്തിമന്നൊക്കെ തോലിങ്ങട്ട് പൊളിച്ചിട്ട് അങ്ങടിച്ചിട്ട് ആ ചൂരലിന്റെ എല്ലാ പിന്നെ ഈത്തപ്പനയുടെ ആ കുരിച്ചിലിന്റെ എല്ലാ ഭാഗവും ചിന്നി പിന്നി അടുത്തതെടുക്കാൻ നോക്കി ഇയാൾ എന്താ പറയുന്നറിയോ? മതി മതി മതി, എന്നെ നന്നാക്കാനാണെങ്കിൽ ആദ്യത്തെ അടി കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടുണ്ട്, ആദ്യത്തെ അടി കൊണ്ട് തന്നെ നന്നായിട്ടുണ്ട്. ഇനി എന്നെ കൊല്ലാനാണെങ്കിൽ ഇനി നിങ്ങളെടുത്ത് അടിച്ചോളി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താ അറിയോ? ഇന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് വായക്കാട്ട് വന്ന ഈ കോടിക്കണക്കിന് നിങ്ങളോട് പിരിച്ചിട്ട് വലിയ വീടൊക്കെ ഉണ്ടാക്കി സുജായി ആയിട്ട് കാറിൽ പോകണ്ടല്ലോ, മോനെ ചാന്തി മത്തൂലുണ്ടാവില്ല. നിങ്ങൾ വലിയ ഗൗരവത്തെ കൊണ്ടിടക്കുന്ന ഒരാളും ഖലീഫമാരുടെ മുമ്പിൽ ഒന്നുമല്ല. വെറും വിധികളും ശിർക്കിന്റെ പ്രചാരകരും നരകത്തിന്റെ ഇന്ധനമാകാൻ സ്വയം തീരുമാനിച്ച് നിങ്ങൾ നടക്കുന്നു. അത് ഞങ്ങൾക്കുള്ള വിഷമം. നിങ്ങൾക്ക് മോചനം വേണ്ട, നിങ്ങൾക്ക് വേണ്ട വേണ്ട, പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നു, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അത്രേ ഞങ്ങളിവിടെ പറയുന്നുള്ളൂ, അത്രേ ഞങ്ങളിവിടെ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്ക് വിശദീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ അദ്ദേഹം അവരോട് ഇനി ഏറ്റവും ചരിത്രപരമായ കാര്യം എന്താ? ഈ ആളുകളോട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാത്രം കേടുന്നിട്ടില്ല, വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല. അതിനിടയിലാണല്ലോ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ഒരു രൂപം അവരുടെ വകയാണ്. അവർ പറയും ഞങ്ങൾ നല്ലതല്ലാതൊന്നും വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ. അപ്പ ചോദിക്കണേ, നിങ്ങളാണോ അള്ളാഹുവിന്റെ റസൂലിനേക്കാളും സഹാബത്തിനേക്കാളും നല്ലത് മനസ്സിലാക്കിയവർ? ഈ നല്ലത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാതെ പോയോ? ഈ ചോദ്യം നിങ്ങളോട് ഞങ്ങളും ചോദിക്കുന്നു. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പലതും സഹാബത്തിന് മനസ്സിലായില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ രൂപം അവർക്ക് മനസ്സിലായില്ലേ? 10 കൊല്ലം ഖിലാഫത്തുർ റാഷിദയിലെ 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഏകാത്മീയ സാമ്രാജ്യവും ഭരിച്ച ഉമർ ഇബ്നുൽ ഖത്താബിന് ഇത് മനസ്സിലായില്ലേ? നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം, ഒരു വ്യാഴവട്ടക്കാലം, 12 കൊല്ലം ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ട അബുൽ മസാഖീൻ എന്ന് വിളിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 കൊല്ലം ഖിലാഫത്തുർ റാഷിദ ഏറ്റെടുത്തിട്ട് അവർക്കാർക്കും ഇങ്ങനത്തെ ഒന്നും മനസ്സിലായില്ലേ? ഒറ്റ ചോദ്യാട്ടോ. ഈ ചോദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോകണം. 2 കൊല്ലവും 3 മാസവും 10 ദിവസം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഇങ്ങനൊരു ഷെയ്ഖ് നിയന്ത്രിച്ചുകൊണ്ട് ഒരു സലാത്ത്, ഒരു മജ്ലിസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് നബി വരും, നബി കാണും, നബി ബന്ധപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് കിട്ടൂലായിരുന്നോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു 10 കൊല്ലം ജീവിച്ചിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നോ? മോരും മുതലയും വെച്ച പോലെ ആയിഷ ബീവിയും സഹാബത്തിന്റെ ഭാര്യമാരും അതുപോലെ വ്യത്യസ്തരായ അന്യപുരുഷരും കൂടിക്കലർന്നുകൊണ്ട് ഈ മാറും എല്ലാം അല്ലെ ബാക്കും മുന്നും ഒക്കെ കൂട്ടിയോജിച്ച് വരതിപ്പോകുന്ന ഈ സംഭവം ഉണ്ടായിരുന്നോ? ഉറക്കത്ത് ഞെട്ടുകള് അത് ഞെട്ടിക്കാൻ തന്നെ വന്ന് മനസ്സിലായിക്കോളെ. പടച്ചോനുണ്ടെന്ന് മനസ്സിലായിക്കോളെ. ഈ ശുദ്ധ ബിദ്അത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണിത്. നിങ്ങൾക്ക് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വരെ ഗ്രാൻഡ് മുഫ്തിയിൽപ്പെട്ട ഒരാളാ. ഫതാവ മുഹ്യിസുന്നൊക്കെ എഴുതിയ വലിയ ഒരു കൂട്ടത്തിലെ വലിയ പണ്ഡിതൻ. അദ്ദേഹം ബിദ്അത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾക്ക് കുറച്ചൊരു 3-4 മിനിറ്റ് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കുക. പക്ഷെ നിങ്ങൾ, ഞാൻ ഇടയ്ക്കത് നിർത്തി വിവരിക്കും, അത് നിങ്ങൾ ശരിക്കും കേൾക്കണം. സിസ്റ്റത്തിൽ മൊത്തം വാള്യം ഈ ക്ലിപ്പിടുന്ന സമയത്ത് മാക്സിമം സൗണ്ട് ആംപ്ലിഫയറിലൊക്കെ കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ എന്ത് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല, അത് നിങ്ങളെ വകയാണ്, അത് പറയാതിരിക്കാനാണ് ബുദ്ധിമുട്ടിക്കുന്നത്, ക്ഷമിക്കുക. അടുത്ത ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. ഉള്ളതിനേക്കാൾ കൂട്ടിയത്, അല്ലെങ്കിൽ ഉള്ളതിൽ ചുരുക്കിയത്. എപ്പോഴാണ് ഈ ചുരുക്കം അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ പുറത്ത്. ഇനി ഞാൻ പറഞ്ഞിട്ട് തുടർന്നാൽ മതി. പൊന്മളയാണ് കേട്ടോ ഈ സംസാരിക്കുന്നത്, കേട്ടോളി. ഉത്തമമായ 3 നൂറ്റാണ്ടിന് ശേഷം ദീനിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ അതാണ് ബിദ്അത്ത്. അത് മനസ്സിലായിക്കോളി. നിങ്ങളുടെ കയ്യിൽ ആ 3 നൂറ്റാണ്ടിനുള്ളിലുള്ളത് എന്താണുള്ളത് എന്ന് ഇതാണ് ചോദ്യം. ആ എന്ന് പറഞ്ഞ
ആ ഉത്തമ നൂറ്റാണ്ടിൽ ഇതുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അന്ന് നബിദിനല്ലെന്ന് നിങ്ങൾ പറയുന്നു, അന്ന് ഈ പറഞ്ഞതൊന്നുമില്ലെന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ ഈ പൊന്മളയോട് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ആ ഉത്തമ തലമുറയിൽ പെട്ടവർ ദീനിന്റെ പ്രമാണമനുസരിച്ച് ചെയ്തതെന്തോ അതാണ് ദീൻ എന്നല്ലേ പറയുന്നത്. ബാക്കി കേട്ടോളൂ. ഉള്ളതിനേക്കാൾ കൂട്ടിയത്, അല്ലെങ്കിൽ ഉള്ളതിൽ ചുരുക്കിയത്. എപ്പോഴാണ് ഈ ചുരുക്കം അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ, ശർഈയായ ഒരു രേഖയുടെ പിൻബലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അവർ എന്താ റസൂലുള്ളാഹി നിങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞത്? ആയിഷ ഇന്നല്ലദീന ഫറഖൂ ദീനഹും വഖാലൂ ശൈഅൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കൂട്ടരില്ലേ, അവരാരാണ്? ഹും അസ്ഹാബുൽ ബിദ്അഇ വൽ അഹ്വാ, പുതിയ പ്രസ്ഥാനത്തിന്റെ തോന്നിവാസത്തിന്റെ ആളുകളാണ്. അവരുടെ തോന്നൽ പ്രകാരം അവർ പറയുന്നു. അവർക്ക് രേഖയുടെ പിൻബലമില്ല, തെളിവിന്റെ പിൻബലമില്ല. അവർ ആഗ്രഹിച്ചതും അവർ ഉദ്ദേശിച്ചതും അവർക്ക് തോന്നിയതും പറയാൻ അവർക്ക് പ്രയാസമില്ല, നിസ്സംബോധവും പറഞ്ഞുകൊണ്ടിരിക്കും. അവരാണ് ബിദ്അഈ കക്ഷികൾ. ലൈസ ലഹും തൗബത്തു, അവർക്കൊരിക്കലും തൗബയില്ല. ലൈസ ലഹും തൗബത്തു, അവർക്കൊരിക്കലും തൗബയില്ല, പാപമോചനമില്ല. എന്താ കാരണം? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു എന്താ തൗബയില്ല എന്ന് പറഞ്ഞാൽ. ഈ കക്ഷികൾ വിദയത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്ക് തൗബ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? കള്ളുകൂടി മഹാപാപമാണ്. അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. കള്ളുകൂടി മഹാപാപമാണ്. അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. അഹ്ലു സുന്നയുടെ വിശ്വാസമുണ്ട്. അവരുടെ ഈമാൻ വളരെ ദഈഫാണ്. ശക്തിയുള്ള മുഅ്മിൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ ഇത് ചെയ്തൊരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിന് പുറത്താണെന്ന് അഹ്ലു സുന്നത്തുൽ ജമാഅ പറയുന്നില്ല. ഏതെങ്കിലും ആവട്ടെ, അഹ്ലു സുന്നയുടെ വിശ്വാസപ്രകാരം അവർ ഇസ്ലാമിന് പുറത്തല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പാപമുക്തി നേടാനുള്ള നല്ല മനസ്സൊരു സമയത്ത് വന്നെന്ന് വരാം. കാരണം അവർക്കറിയാം ഞാൻ ചെയ്തത് കുറ്റമാണ്, ഇത് തെറ്റാണ്, പാപമാണ്, അല്ലാഹു പുറത്തു വരുമോ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വേളയിൽ അവർ പറയും, ഇതാ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾക്കതിൽ നിന്ന് മുക്തി കിട്ടണം. അതുകൊണ്ട് തന്നെ സയ്യിദുമാരെ കാണുമ്പോൾ, ആലിമീങ്ങളെ കാണുമ്പോൾ, സാലിഹീങ്ങളെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയും. ഈ സ്വഭാവം മുബ്തദിയിൽ കാണില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് അവന്റെ ആശയങ്ങൾ 100% ശരിയാണ്, തെറ്റല്ല എന്ന്. അവന്റെ ആശയങ്ങളൊക്കെ സത്യമായി അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് തൗബയില്ല. കാരണം തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് തന്നെ അൽ ഇദ്റാറു ബിൽ ദംബി, ചെയ്ത പാപം കൊണ്ട് സമ്മതിക്കണം. ഈ സമ്മതം ബിദ്അത്തുകാരിൽ നിന്ന് ഉണ്ടാവുകയും, അതുകൊണ്ട് ആ ബിദ്അത്തിന്റെ ആളുകൾ ഒരിക്കലും തൗബ ഇല്ലാത്തവരാണെന്നും അനമിന്നും ബരിയും, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്, വഹും മിന്നീ ബുറാഉ, അവർ എന്നിൽ നിന്ന് മുക്തന്മാരാണ്, അവരെന്റെ ആളുകളാണെന്ന് പറയണ്ട, എന്റെ ദീനിന്റെ ആളുകളാണെന്ന് പറയണ്ട. അത്രയും ശക്തമായ ഭാഷയിൽ ബിദ്അത്തുകാരെ സംബന്ധിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ബിദ്അത്തുകാരുടെ അടയാളമാണ് നാബൽസ് പറഞ്ഞത്. ശറഉള്ളതിനേക്കാൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത കക്ഷികളാണവർ. അപ്പൊ ശരിക്ക് ചിന്തിച്ചോളി. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പൊന്മള ഈ പറഞ്ഞ പോലെ ബിദ്അത്തിനെ ഇത്ര നഖശികാന്തം മുജാഹിദ് പണ്ഡിതന്മാർ പോലും എതിർത്തിട്ടുണ്ടാവില്ല.
എന്താ പറയുന്നറിയോ? വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു, ഖത്ലുൻ നഫ്സ് നടത്തി. ഓനൊന്നും ഇസ്ലാം എന്ന് പുറത്തൂല. ഓൻ തൗബ ചെയ്യും. ഓൻ പണ്ഡിതന്മാരെ കാണുമ്പോൾ എനിക്ക് പുറത്തുതരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയും. ബിദ്അത്തുകാരൻ ഇസ്ലാം എന്ന് പുറത്താണ്. ആലോചിക്കണം. ഇതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ മിമ്പറിൽ ഈയുള്ളവൻ പറഞ്ഞത്. ഇതേ പോയിന്റ്. സഹോദര, ചിന്തിക്ക്. നിങ്ങൾ ഇവിടെ ഈ നൂറേ അജ്മീറിലോ അല്ലെ ഈ പറയുന്ന സ്വലാത്തോ അതുപോലെയുള്ള എന്ത് ബിദ്അത്തുകൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് മനുഷ്യരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയോ, ആ ബിദ്അത്തുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് തൗബയില്ല. അവിടെ നിങ്ങൾക്ക് റബ്ബ് പുറത്തു തരില്ല. മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ് വഅതിഉർ റസൂൽ വലാ തുബ്തിലൂ അഅമാലക്കും വലാ തുബ്തിലൂ അഅമാലക്കും വലാ തുബ്തിലൂ അഅമാലക്കും. ഈ ആയത്ത് സൂറത്ത് മുഹമ്മദിലാണ്, 40-33. ഈ ആയത്തിന്റെ അർത്ഥം എന്തറിയോ? അള്ളാഹുവിനെ റസൂലും പഠിപ്പിച്ച പോലെ അമൽ ചെയ്തോളി. വലാ തുബ്തിലൂ അഅമാലക്കും. അവര് പഠിപ്പിക്കാത്ത ഒരമൽ ഏത് ഷെയ്ഖ് പഠിപ്പിച്ചാലും ഏത് ബീവി പഠിപ്പിച്ചാലും നിങ്ങൾക്ക് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു പ്രസംഗത്തിൽ വലൗ തഖബ്ബല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖ്ദിനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ എന്ന ആയത്തോതി 69-ാം അധ്യായം അൽ-ഹാഖത്തുൽ മൽ-ഹാഖ 44, 45, 46. ഒരു മൊയ്ലിയാർ പറഞ്ഞ അങ്ങനെ ഒരു ആയത്ത് തന്നെയല്ലേ ഖുർആനിൽ. കാരണം അന്ന് ഞാൻ അർത്ഥം പറഞ്ഞ പോലെയാണ് ഖുർആനിൽ ഉള്ളതെങ്കിൽ മൊയ്ലിയാർക്ക് മനസ്സിലായി. മുപ്പര കഴുത്തിൽ കയറിട്ട് കൊടുക്കുകയാണ്. അതെന്താ ആയത്ത് എന്താ പറയുന്നറിയോ? വലൗ തഖവല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖ്ദിനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അതായത് അള്ളാഹിന്റെ പേരിൽ റസൂല് മുത്തുനബി ഒരൊറ്റ വാചകം കടത്തി കുട്ടിയാൽ, ഒരു ദിക്റല്ല, ഒരു സലാത്തല്ല, പുതിയൊരു സംഭവമല്ല, പുതിയൊരു അറബിയിലെ ലഫ്ളല്ല, ഇന്നും കൂടെ നിങ്ങൾക്ക് ചെല്ലാം, ഇതിന്റെ വകയാണ് എന്നാൽ ഒരൊറ്റ വാചകം അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂല് കടത്തി കൂട്ടിയാൽ അള്ളാഹ് പറയാണ്. റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തറത്തിന്റെ പരിഭാഷയിൽ എന്താണെന്ന് അറിയോ? അള്ളാഹിന്റെ വലത് കൈ കൊണ്ട് റസൂലിനെ പിടിക്കും. എവിടെ പിടിക്കും? കയ്യിലാണോ, കാലിലാണോ, പള്ളമലാണോ, അരക്കെട്ടിലാണോ? എവിടെ പിടിക്കുക? കൊരവള്ളി. അള്ളാഹുവിന്റെ കൈ കൊണ്ട്, വലത് കൈ കൊണ്ട് നബിയുടെ കൊരവള്ളി. ഖുർആൻ അങ്ങനെ പറയുന്നത്, രാജവാത്സ്യന്റെ വകയല്ല. കൊരവള്ളി പൊട്ടിച്ചു കളയും. അപ്പിടുത്തത്ത് ലോകം മുഴുവനും ഒന്നിച്ച് ശ്രമിച്ചാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇനി ആലോചിച്ചു, നിങ്ങളുടെ ഉസ്താദുമാരുണ്ടാക്കുന്ന പലതും ദീനല്ല. അവർ നിങ്ങൾക്ക് ചെല്ലിത്തരുന്നതൊന്നും ഹദീസിലുള്ളതല്ല, ആയത്തിലുള്ളതല്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. അത് ഇത് റസൂലിന് പോലും അതിൽ അത്ഭുതകരമാണ് ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ നേരെയുള്ള ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. ഉറങ്ങാൻ നേരെയുള്ള ദിക്ർ പഠിപ്പിച്ചു കൊടുത്തൊരു സഹാബിയോട് ഏറ്റു ചെല്ലാൻ പറഞ്ഞു. നീ ഒന്ന് എനിക്ക് ഇങ്ങോട്ട് ചെല്ലിത്താ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? വബിനബിയിക്കല്ലദീ അർസൽത എന്ന സ്ഥലം ഒരു സ്റ്റേജിലേക്ക് നോക്കിയേ. വബിനബിയിക്കല്ലദീ അർസൽത എന്നാണ് നബി പഠിപ്പിച്ചത്. ആ നബി എന്നുള്ളത് ഇങ്ങനെ ഇളക്കിയിട്ട് ശരിക്കും മനസ്സിലായിക്കോളും. ആ വബിൻ നബിയിക്ക എന്നുള്ള ആ നബി ഇങ്ങനെ ഇളക്കിയിട്ട് എടുത്തിട്ട് വെച്ചു. എന്നിട്ട് സ്വഹാബിയുടെ വക എന്ത് ചെയ്തു? വബി റസൂലിക്കല്ലദീ അർസൽത എന്നാക്കി. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താ വേണ്ടത്? കാരണം നബി എന്ന വാക്കിനേക്കാൾ റസൂൽ എന്ന പദത്തിന് അർത്ഥപുഷ്കലമാണ്, ആശയസമ്പുഷ്ടമാണ്, ഗംഭീരമാണ്. ആശാ അല്ലാഹ്, അങ്ങനെ തന്നെ വേണ്ടത്. നല്ലത് എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ, നീ തിരിച്ചല്ലോ എന്നല്ല പറയണേ. ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയാണ്, ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത ലഫ്ള് മാറ്റാൻ അള്ളാഹുവിന്റെ റസൂലിന് പോലും പാടില്ല. പിന്നല്ലേ സ്വഹാബി, ലോകത്തെ വലിയ ഇമാമുമാര്, ആ ഇമാമുമാര് ഷൗക്കാനിയെ പോലെയൊക്കെ വലിയ ഇമാമുമാര്, ഷാത്തിബിയെ പോലെയുള്ള അനേക പണ്ഡിതന്മാര്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വായിച്ച് കണ്ട കാര്യം പറയുന്നത്. ഈ പണ്ഡിതന്മാരെല്ലാം പറയുന്ന കാര്യം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നബി എന്നിടത്ത് റസൂലാക്കാൻ വകുപ്പില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പുതിയത് ഉണ്ടാക്കുക? അള്ളാഹുവിന്റെ റസൂലിന് വകുപ്പില്ല. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ? അതിനേക്കാൾ വലിയ തങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇനി എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അറിയോ? അബൂജഹലിന്റെ ക്വാളിറ്റി ഉള്ളവർ പോലും ഇവിടെ നിങ്ങളെ നയിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവർക്കൊന്നും അഭിപ്രായം ഉണ്ടാവില്ല കേട്ടോ, എനിക്ക് അഭിപ്രായം. അതുകൊണ്ട് അതിൻ്റെ അഭിപ്രായമായിട്ട് മാത്രം കണ്ടാൽ മതി. അതായത് 1000 അബൂജഹലിനേക്കാളും വൃത്തികെട്ടവരാണ് ഈ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അബൂജഹലിനെ അള്ള നരകത്തിലിടണമെങ്കിൽ 1000 തവണ നരകത്തിലിടണമല്ലാണ് കേരളത്തിൽ നിന്ന് പോകുന്ന പുരോഹിതന്മാർ. ഒരു സംശയം കൊണ്ട് ഞാനിടുന്ന ക്ലിപ്പുണ്ട് നിങ്ങൾക്ക് തെളിയിച്ചിരുന്നത്. പക്ഷെ ആളുകൾക്ക് എന്തോ സുഖിപ്പിക്കാൻ എന്താ ഇഷ്ടം എന്നാ? ഈ സുഖിപ്പിക്കൽ പരലോകത്ത് എത്തൂലെന്നേ. ഈ സുഖിപ്പിക്കൽ ദുനിയാവിലല്ലാതെ ഒരിടത്തും ഉണ്ടാവില്ല. അത്തരം ആളുകളെ കാണുമ്പോൾ ഓടിച്ചെന്ന് കയ്യൊക്കെ പിടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചു ഉസ്താദേ
ഞാനത് വെറുതെ പറയില്ല, നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിന്റെ പേരിലെന്ന്. എന്തിന്റെ പേരില്? അള്ളാന്റെ ഖുർആൻ നിർവ്യാഖ്യാനിച്ചതിന്റെ പേരിലോ, ശിർക്ക് പ്രചരിപ്പിച്ചതിന്റെ പേരിലോ, ഖുറാഫാത്ത് പഠിപ്പിച്ചതിന്റെ പേരിലോ, എന്തിന്റെ പേരിൽ? അത് ആലോചിക്കേണ്ടത് നമ്മള്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയാ പറയുന്നത്. ഒരു വാക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയാണ്, നബിയെ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചൂടേന്നാട്ടോ ചോദിക്കണത്, തോന്നിയാസം ചെയ്തൂടേന്നല്ല. ബിദ്അത്ത് ഉമർ ഇബ്നുൽ ഖത്താബാ ചോദിക്കണേ, നബിയേ മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചൂടേ? അള്ളാന്റെ റസൂൽ ഉഷാറന്നെ, മാഷാ അല്ലാഹ്. ഉമറേ ഞാൻ ചിന്തിച്ചില്ലട്ടോ, ഇപ്പൊ തന്നെ നടത്തിക്കളാ. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഉമറേ, എനിക്ക് അള്ളാന്റെ വഹിയില്ല, അള്ള പറഞ്ഞിട്ടില്ല വിഷയം, അള്ള ഇപ്പൊ അറിയിക്കണ്. അപ്പോ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എവിടെയാണ്? ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീലിനെ കാണുമ്പോൾ പറയാം, ചോദിക്കാം. ഇപ്പൊ അറിയില്ല. ജിബ്രീൽ പറഞ്ഞു അത് പള്ളിയാണ്, അള്ളാഹ്ക്ക് വെറുപ്പ് സൂക്കിനോടാണ്. അത് കിട്ടിയപ്പോ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റോൾ ഇതാ. ഇവിടെ മൊയ്ലിയാമാരുടെ റോൾ എന്താ? ഞങ്ങൾ പറയണ നിങ്ങൾ അനുസരിച്ചാൽ മതി, എനിക്ക് പോയി പണി നോക്കണേ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. ഇജ്ജ് പോയി പണി നോക്ക്, എന്റെ തലപ്പാന്ന് കണ്ടിട്ട് പേടിക്കുന്നവനല്ല ഞാനെന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ ചോദിക്കണത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? അല്ലേ? വിട്ട വണ്ടി ടിനിങ് 2 ബെല്ലടിച്ചു കൊടുക്കുക. എങ്ങനെ കൊണ്ടിടക്കുക എന്നിട്ട് കട്ടിത്താനായിട്ട്. എന്തിന്? ഈ ബിദ്അത്ത് ചെയ്തിട്ട് നരകത്തിലേക്ക് നയിച്ചതിന്റെ പേരിലോ? അത്ഭുതമല്ലേ കൂട്ടരെ, അത്ഭുതമല്ലേ? നിങ്ങൾ ചിന്തിക്കേ, ഞാൻ പറയുന്നത് വെറുതെ ആണോ? അടുത്ത 3-ാമത്തെ ക്ലിപ്പ് ഒന്ന് കേട്ടോക്കെ. ഡിസംബർ മാസത്തിൽ തന്നെ നല്ലൊരു ദിവസമായി, ഡിസംബർ മാസത്തിൽ തന്നെ നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ അജ്മീറിലേക്ക് പുറപ്പെടും. ഹാജാ തങ്ങളുടെ ഉറൂസിൽ ഹാജാ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗാ ഷരീഫിൽ നമ്മൾ ചെന്ന് സിയാറത്ത് ചെയ്ത് അവിടുന്ന് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഹാജയുടെ ഉറൂസ് ജനുവരി 15-ാം തീയതി നടക്കുക. എല്ലാവരും ഇൻഷാല്ലാഹ് പറയുന്നില്ലേ, ഇൻഷാല്ലാഹ് മജ്ലിസിലെ ഉറൂസിൽ എല്ലാവരും പങ്കെടുക്കണം. മനസ്സിലായില്ലേ? എത്ര കാലമായി എത്ര മഹാന്മാരുടെ പേര് നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ബദരീങ്ങളുടെ പേര് നമ്മൾ ദിവസവും പറയാറില്ലേ? എത്ര പേര് ബദരീങ്ങളുടെ പേര് കാണാതെ പഠിച്ച ഒരു സദസ്സിനുണ്ട്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേര് പറയാതെ നമ്മൾ ഈ മജ്ലിസ് അവസാനിപ്പിക്കാറില്ലല്ലോ. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാതെ നമ്മൾ ഈ മജ്ലിസ് അവസാനിപ്പിക്കാറില്ലല്ലോ. ആ ഫാത്തിഹകളെ അവർക്ക് ഹദിയ ചെയ്യാൻ, അവർക്ക് മാത്രമല്ല ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന 5000-ഓളം വരുന്ന മലക്കുകളുടെ ഹദിയയല്ലേ നടത്തുമ്പോ, അങ്ങനെ നമ്മളൊരു ഉറൂസ് നടത്തുമ്പോ, ഹാജിയുടെ ഉറൂസ് നടത്തുമ്പോ ആ ബദരീങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവൂലേ? ആ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അവരൊക്കെ എന്തായാലും വരുമല്ലോ, ഹാജിയുടെ സാന്നിധ്യം എന്തായാലും ഉണ്ടാവുമല്ലോ. എത്ര ദിവസമായി, ഓരോ ദിവസവും തന്നെയല്ലേ ഹാജിയുടെ ഉറൂസ് നടത്തും. എന്തായാലും ആ സാന്നിധ്യം നോക്കൂ നിങ്ങൾ. എത്ര ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച രാവല്ലാത്തൊരു ദിവസം നമ്മളിവിടെ വാർഷികം നടത്താറില്ല. എല്ലാ വർഷവും വെള്ളിയാഴ്ച രാവിലേക്ക് അവരുള്ളത്. എത്ര നോക്കി ഞങ്ങളെന്നറിയും ശനിയാഴ്ചത്തേക്ക് കിട്ടാൻ. ഒരു ശനിയാഴ്ച കിട്ടിയാൽ സുഖമായിട്ട് കുട്ടികൾക്കൊക്കെ മദ്രസ സ്കൂളൊന്നും ലീവാവില്ലല്ലോ. പക്ഷെ എൻ്റെ മുത്തൂമിനികൾ ജനുവരി 15-ാം തീയതി വ്യാഴാഴ്ച മക്കളൊക്കെ ആയിട്ട് വരണം. മനസ്സിലായില്ലേ? അന്ന് ഇനി എന്താ ലീവ് എടുക്കുകയാണെങ്കിൽ ലീവ് എടുത്തോളൂ. മനസ്സിലായില്ലേ? ലീവ് എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധ കാര്യം എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കേണ്ടതെന്നുള്ള നല്ല ട്രെയിനിങ്. നിങ്ങൾ വമ്പന്മാരാ. MA യൂസുഫ് അലിക്ക് ഒരു സ്ഥാപനം തുടങ്ങണേ ഒരുപാട് ആ സ്ഥലം എടുക്കണം, ക്യാഷ് കൊടുക്കണം, കെട്ടിടം ഉണ്ടാക്കണം, എഞ്ചിനീയർമാരാക്കണം. ഇതൊന്നും ആവശ്യമില്ലെന്നേ, ഇതൊന്നും ആവശ്യമില്ല. കുറെ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ കയറിയ കുറെ വികാരങ്ങളെ അത് ഉണർത്തിവിടുക. നിങ്ങൾ എന്താ പറയുന്നത്? നമ്മൾ ഇന്ന് ദർഗയിലേക്ക് പോവുകയാണ്. ഏത് ഇസ്ലാം ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ബദറിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇസ്ലാമുള്ള കാര്യമാണ് ആണ്. പക്ഷെ അതിന്റെ മറവിൽ കരിഞ്ചന്ത നടത്തുക, ബദരീങ്ങളുടെ പേരിൽ കരിഞ്ചന്ത നടത്തുക, മലക്കുകളുടെ പേരിൽ കരിഞ്ചന്ത നടത്തുക. എന്നിട്ട് എന്താ പറയണത്? അജ്മീറിലെ ഹാജ എന്നും ഹാളിറല്ലേ? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലെ മൊയ്ലിയാരെ? ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിലെ ആ ഖബർസ്ഥാനിലെ അത് വെച്ചിട്ട് ഇയാൾ പ്രസംഗിച്ച പോലെ അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചിട്ടുണ്ടോ? അവരിൽ വ്യാഴാഴ്ച രാവില്ലായിരുന്നോ? വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവൊക്കെ അല്ലായിരുന്നോ? അവരാരെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് പറ, അതിങ്ങോട്ട് തെളിവുദ്ധരിക്ക്. മനസ്സിലായില്ലേ?
പിന്നെ ഞാൻ എപ്പോഴും ഈ ഖുർആൻ വായിക്കാത്ത കൗമല്ലേ നമ്മുടെ കൗമ്. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളെ പറ്റി ഇസ്ലാം പറയും. 25 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറയും. സൂറത്ത് അനാമിൽ 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് എന്താ പറയുന്നറിയോ? അവർക്കൊക്കെ നാം ഹിദായത്ത് നൽകി, അവരുടെ വഴി നിങ്ങൾ സ്വീകരിച്ചോളീ. എന്നിട്ട് ഖുർആൻ എന്താ പറയുന്നത് അതുകൂടെ കേൾക്കണം. 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 73 പറയുന്നത് അറിയോ? അടുത്തെന്താ? അടിവരട്ടോളി. ഒരു നബിയും പുണ്യം എന്താണെന്ന് സ്വന്തം പഠിപ്പിച്ചതല്ല. ഇവിടെ മൊയ്ലിയാമാരൊക്കെ പുണ്യായിട്ട് ഓല് പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെ പറ്റി എന്താണെന്ന് പറഞ്ഞ് അവർ നിങ്ങളുടെ റോൾ മോഡലാണ്. എന്തുകൊണ്ട് റോൾ മോഡലായി? പുണ്യമായ ഒരു കാര്യം അവർക്ക് പുണ്യാണ് എന്ന് തോന്നിയതല്ല. അല്ല വഹി പറഞ്ഞിട്ട് പറയും ഇത് പുണ്യാണ്, ഇത് പുണ്യല്ല, ഇത് പുണ്യാണ്, ഇത് പുണ്യല്ല. അങ്ങനെ അല്ല പുണ്യമാക്കിയത് വഹി അനുസരിച്ച് പുണ്യമാക്കിയത്. ഇതിലേത് വഹി അനുസരിച്ച് അവിടെ ഖുറാഫികൾ ജീവിക്കണത്? ഏത് വഹി അനുസരിച്ചാ? നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കാണ് വഹീന്റെ പിൻബലമുള്ളത്? നിങ്ങൾ ചിന്തിക്കുക. ലോകത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആട്ടി ഓടിക്കുന്ന പോലെ ഇവിടുത്തെ ഒരു വിഭാഗത്തെയും നബി ആട്ടി ഓടിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യ ചരിത്രത്തിൽ തന്നെ നിങ്ങളെപ്പോലെ അള്ളാഹുവിനെതിരെ സംസാരിച്ച വിഭാഗം വേറുണ്ടോ? ഉണ്ടോ? ഞാൻ വെറുതെ പറയണോ? എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? പരലോകത്ത് എന്താ വരാൻ പോണതെന്ന് വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എന്താണ് അവിടെ നിങ്ങൾ ചെയ്യാൻ പോണെന്നുള്ളതിനെ കുറിച്ച്, നിങ്ങൾ ചെയ്യുന്ന തട്ടിപ്പിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? ആ 4-ാമത്തെ ക്ലിപ്പ് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലതൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. 4-ാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടുള്ളൂ. ഇവിടെ നടക്കണ ഈ പദ്ധതിയെക്കുറിച്ചാണ്, ഈ ബിദഅത്തിനെ കുറിച്ചാണ്, ഈ ബിദഅത്തിന്റെ ആഘോഷത്തെ കുറിച്ചാണ്, ഈ അള്ളാഹ് വെറുപ്പുള്ള ആഘോഷത്തെ കുറിച്ചാണ്. നബി എങ്ങാനും ഇന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കഥ എന്താകുമായിരുന്നു? നിങ്ങളുടെ കുടുംബ പിടിക്കുമായിരുന്നു ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4-ാമത്തെ ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. പലപ്പോഴും ഞങ്ങളൊക്കെ ഇവിടെ കമ്മിറ്റിക്കാരെന്ന നിലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതമാണ്. ഓരോരുത്തർ നമുക്ക് എണ്ണി പറയാൻ കഴിയും. ഒരുപാട് മഹാ അത്ഭുതങ്ങളാണ്. മെഡിക്കൽ സയൻസിൽ മരുന്നില്ലാത്ത ഒഴിവാക്കിയ എല്ലാ അസുഖങ്ങളും അതിവിടെ തന്നാൽ പിന്നെ അവസാനം ഉസ്താദിനോട് പറയാണ്, ഉസ്താദിൻ്റെ അടുത്തുള്ള മരുന്ന് എന്താണ്? നമുക്ക് ദ്വാരക്കാം, മജ്ലിസിൽ ദ്വാരക്കാം. ഉസ്താദ് ഏതൊക്കെ മജ്ലിസിൽ ചെന്നോ അവിടെയൊക്കെ ഈ വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കൂടിയാണ് ആരുടെയൊക്കെയോ ആമീൻ അള്ളാഹുതആല സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കൽ വഴി അദ്ദേഹത്തിൻ്റെ അസുഖം പ്രയാസം അങ്ങനെ മാറി വന്നവർ എത്രയോ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. അതിനോട് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്, ഓഫീസിൽ വന്ന് ഇങ്ങനെ പറഞ്ഞവരുണ്ട്, എഴുതി തന്ന് പറഞ്ഞവരുണ്ട്. ഒരുപാട് നേരിട്ട് അനുഭവം ഞങ്ങൾക്കുണ്ട്. അതാണ് ഈ സദസ്സിൻ്റെയൊക്കെ പ്രത്യേകത. നിങ്ങളൊക്കെ വന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പരിപാടിയിൽ ഞങ്ങൾ ചില മാറ്റമുണ്ട്. ഇവിടെ വലിയ സദസ്സാണ്. ഏത് നേതാക്കന്മാരും എത്ര ആളെയും വിളിച്ചാൽ വേഗം വരും ഒരു സദസ്സിന് മുമ്പിൽ ഒന്ന് മുഖം കാണിക്കാൻ. പക്ഷേ ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഇവിടെ പ്രത്യേകമായി നമ്മളെ ലക്ഷ്യം ഈ മജ്ലിസ് ആരംഭിക്കുകയും ആ മജ്ലിസിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തി നിങ്ങളോട് പ്രയാസപ്പെടുത്താതെ വളരെ പെട്ടെന്ന് തിരിച്ചയക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്ന അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ ആശംസകളൊന്നുമില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരാരും വന്നിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. പക്ഷെ വന്നവരൊക്കെ ഞങ്ങൾ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ സദസ്സ് കണ്ടിട്ടുണ്ടോ? അവിടെ മാറാത്ത രോഗമുണ്ടോ? യേശുക്രിസ്തു ശിഫിയാക്കിയെന്ന് അവർ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ മതവും. അപ്പൊ എന്റെ ചോദ്യം, ഇത് ഏതാ ശരി? രോഗം മാറിയെന്നുള്ളതാണോ തെളിവ്? മാറുന്നുണ്ടെന്നതാണോ തെളിവ്? അതല്ല നിങ്ങൾ വാടക ആളെടുത്ത് വികലാംഗനായി കൊണ്ടുവന്ന് നല്ലൾക്ക് നടത്തിപ്പിച്ചു പോയതിനെ കുറിച്ചാണോ? എന്താ അത്? അങ്ങനെ എന്തെല്ലാം പൊന്നാരങ്ങന്മാരെ ക്രിസ്ത്യാനികളെ സദസ്സിൽ ഇതേ സാധന, സന്യാസിമാരുടെ സദസ്സിൽ ഇതേ സാധന. ഇത് വെച്ചിട്ടാണ് യൗക്കുലുൻ അംവാലൻ നാസ് ബിൽ ബാത്തിൽ. നിങ്ങൾ പറയോ ക്രിസ്ത്യാനികളെ സദസ്സിൽ ഇതുപോലെ രോഗം മാറിയ അനേക കഥ അവരും പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ മാറിയവരെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നുണ്ട്, അവിടെ ഇളകി വീഴുന്നുണ്ട്, എല്ലാ രോഗവും മാറുന്നുണ്ട്. നിങ്ങൾ പറയോ അതാ സത്യം? പറയോ അതാ സത്യം? നിങ്ങൾ പറയോ? എങ്കിൽ നിങ്ങളെക്കാൾ വലിയ സത്യം ക്രിസ്ത്യാനിറ്റിയാണ്. നിങ്ങളെക്കാൾ വലിയ സത്യം ക്രിസ്ത്യാനിറ്റിയാണ്. നിങ്ങൾ സമ്മതിക്കുവോ? സമസ്തയേക്കാൾ വലിയ സത്യം രോഗശാന്തി ശുശ്രൂഷയാണ്. നിങ്ങൾ അംഗീകരിക്കുവോ? പിന്നെ വലിയ ആളുകളൊന്നും ഇപ്പം വിളിച്ചിട്ടില്ല. ഞാൻ ഓലൊക്കെ പ്രസംഗിച്ച സമയം പോക്കല്ല, അപ്പോഴേക്ക് പിരിവ് നടന്നോട്ടെ എന്നാണ് ലേലവും. അത് കാണണേ 5-ാമത്തെ ക്ലിപ്പ് കാണണം. 5-ാമത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾ
ഇത് മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിച്ച ബക്കറ്റാണിത്, കമ്മറ്റിയുടെ വാങ്ങിയതാണ്. ഉപയോഗിച്ച ബക്കറ്റാണിത്, കമ്മറ്റിയുടെ വാങ്ങിയതാണ്. ഇത് ഇൻഷാ അല്ലാഹ് ലേലം ചെയ്യുകയാണ്. ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്ന വീട്ടിൽ നീ ഖൈർ നൽകണേ അല്ലാ. ഇതാരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ വിശുദ്ധമായ സ്ഥാപനത്തിന് 2 സ്ക്വയർ ഫീറ്റ് ബക്കറ്റ്, മയ്യത്ത് കുളിപ്പിച്ച ബക്കറ്റ് ഉണ്ട്. പിന്നെ എന്താ ചെയ്യാ? ബാപ്പ മയ്യത്താങ്കാത്തിക്ക ബക്കറ്റ് ആയിട്ട് ആണോ? ബക്കറ്റ് വരും. ബാപ്പ അത് മയ്യത്ത് കുളിപ്പിച്ച ബക്കറ്റാണ്, നിങ്ങളെപ്പോഴാ കുളിപ്പിക്കാൻ പറ്റുമെന്ന് വേ മരിച്ചേരി എന്ന് പറയാനാ? അത് വെച്ച് ലക്ഷക്കണക്കിന് ഉപ്പി ഉണ്ടാക്കുക, കോഴിമുട്ട ഉണ്ടാക്കുക. ഒരു കുപ്പി ഓബുജാലിന് മുഖ്യ പച്ചവെള്ളം വിറ്റിട്ടാണ് റഹ്മത്തുള്ളാഹി ഖാസിമി 25,000 വാവാട് ഉസ്താദിന്റെ കയ്യിലുണ്ടെന്ന നബീന്റെ മുടിയിട്ട വെള്ളം. അങ്ങനെ മുടിയിട്ട വെള്ളവും പൊടിയിട്ട വെള്ളവും ഒക്കെ നിങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ ആ മുടി ആരുടേത്? ആ പൊടി ഏത്? അത് ബത്തഡിനാണോ, ബ്രൗൺ ഷുഗർ ആണോ, ആശിഷാണോ, എന്താണ്, മരിജുവാനയാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ വിധിക്കപ്പെട്ടൊരു പാവം സമൂഹമുണ്ടല്ലോ, അവരെ കുറിച്ച് ഓർത്തിട്ടാണ് എൻ്റെ ചങ്കുപൊട്ടൽ. മനുഷ്യന്മാരെ എങ്ങൾക്ക് തലച്ചോറ് എന്തെങ്കിലും ഒന്ന് ഉദയം ചെയ്യുമോ? ഈ തട്ടിപ്പൊക്കെ എങ്ങനെ അറിയും? ഞങ്ങളുടെ നാട്ടിൽ എഗരൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇവിടുണ്ടോ? പൂനൂര് കഴിഞ്ഞാൽ എഗരൂല് കഴിഞ്ഞാൽ ബാലുശ്ശേരിയാണ്. എഗരൂൽ ഒരു ഹിന്ദു മതത്തിലൊരാൾ, അവിടെ ഒക്കെ വരിക പർദ്ദട്ട പെണ്ണുങ്ങളും ബാക്കിയുള്ളവരൊക്കെയാണ്. എൻ്റെ നാട്ടിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഈ പയടുണ്ടോ അറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ്, ഞാനൊക്കെ നല്ല മുജാഹിദ് സ്പിരിറ്റായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ്. അപ്പം ഇയാളുടെ വീട്ടിൽ ചെന്നാൽ ഭാവി പറയും, എല്ലാം പറയും, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ആര് വന്നാൽ, ഇപ്പം വടകരയിൽ നിന്ന് ഒരാൾ വന്നാൽ, തലശ്ശേരിയിൽ നിന്ന് ഒരാൾ വന്നാൽ, കോഴിക്കോട് നിന്ന് ഒരാൾ വന്നാൽ, വാഴക്കാട് നിന്ന് ഒരാൾ വന്നാൽ, എപ്പോൾ ആൾ വന്നാലും അവിടുത്തെ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ ആളുണ്ടാവും. സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ അവിടെ ചില്ലുകയാണെങ്കിൽ അവിടെ കുറച്ച് ആളിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇവരൊക്കെ ഇതിനു വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവരെ പരിചയപ്പെടും. ഇപ്പം ചില ആളുകൾക്ക് ഭയങ്കര, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് ചോദിക്കും. ഞാനിങ്ങനെ വാഴക്കാട് നിന്ന് വരുന്നത്, പേരെന്താ? ബഷീറാണ്. മൂപ്പര് പറയും ഞാനിങ്ങനെ പേരാമ്പ്രയിൽ നിന്ന് വന്ന ആളാണ്, പേര് ഗണേശൻ, എനിക്ക് 3 മക്കളുണ്ട്, ഇതൊക്കെ ഓനും പറയും. അപ്പം ഇയാളും ഫുൾ ഡീറ്റെയിൽ പറയും. സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ വന്ന ആളാണല്ലോ. അപ്പം ഗണേശൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് മൂപ്പര് ഇവിടെ ഇരിക്കുന്ന ആളോട് പറയും, ബഷീർ എന്നിട്ട് വായക്കാട് നിർത്തം വന്നിട്ടുണ്ട്, 3 മക്കളാണ്, ഒരു കെട്ടിയോളാണ്, എന്നാൽ ജോലി നോക്കണം പറഞ്ഞാൽ കൊടുക്കും. അപ്പം ഇവിടുന്ന് വായക്കാട്ടുവരും ബഷീർ രണ്ടാമത് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ഡോർ ഇങ്ങനെ തള്ളുമ്പോൾ, ആ ബഷീർ വായക്കാടുന്നല്ലേ, വാ. അപ്പോഴേക്കെന്നെ മൂപ്പര് ഭക്തനായി. 3 മക്കളില്ലേ, ഭക്തനായി, ഒന്നുകൂടി ഭക്തനായി. ഇത് ഈ ഇരുന്നത് ഏജന്റാ. അപ്പോൾ ഞാൻ CP സലീം ഖാൻ അനുജനുണ്ട്, CP സാജിദ്, ഉനൈസ്, പൊളിക്കൽ, സലാഹി, അവർക്ക് ചെറിയ കുട്ടികളാണ്. ഞാൻ അവരിൽ ഏറ്റവും മുതിർന്നാണ്. നമുക്കിതൊന്ന് പൊളിക്കണല്ലോ, ഈ സംഗതി ഒന്ന് പൊളിക്കണല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി. ഞാനവിടെ ചെന്നിരുന്ന് ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തിരുന്ന ആൾ പരിചയപ്പെടുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ ഇയാളോട് എല്ലാം തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഇന്ന സ്ഥലത്തു നിന്നാണ് പറഞ്ഞു. ഞാൻ ഡോറ് തുറന്ന് ഇങ്ങനെ വരുമ്പോൾ, നാളല്ലേ, അല്ലേലോ, ഇന്നടുത്തുനിന്നല്ലേ, അല്ലേലോ, 3 കുട്ടികളില്ലേ, ഇല്ലേലോ. പിന്നെ പണി ഉണ്ടായിരുന്നുള്ള അറിയില്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ കോഴിക്കോട് വെച്ചിട്ടൊരാൾ, നിങ്ങൾ നല്ല മുഖകാന്തി ഉണ്ട്, കൈ നോക്കാറിനെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ നേരിട്ട് കൈകാര്യം ചെയ്യാനാണ് ഇഷ്ടം. 4 ആളെ കൂട്ടിപ്പോയിട്ടൊന്നാണ്. ഞാൻ പറഞ്ഞ് എൻ്റെ ഭാവി അടക്കട്ടെ, 1 മിനിറ്റിനപ്പുറത്ത് നിങ്ങളുടെ ഭാവി എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പണിയെടുക്കും. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരൊറ്റ അടി കരണക്കുറ്റിക്കാട് കൊടുത്തിട്ട് ചോദിക്കുക, 1 മിനിറ്റ് മുമ്പ് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിനോ? പിന്നെ മിക്ക ആളുകൾ ഇതിലൊക്കെ ചെയ്യുന്ന തട്ടിപ്പെന്ന് അറിയാം. അത് ഞാൻ പറഞ്ഞുതരാം. കൈ നോക്കുമ്പോൾ എപ്പോഴും പറയും, നിങ്ങളുടെ ഉമ്മാന്റെ പേര് 3 അക്ഷരമല്ലേ. നമ്മൾ ഞെട്ടിപ്പോവും. അത് ഹിന്ദുവിനോടും പറയും, എൻ്റെ അമ്മൻ്റെ പേര് 3 ആണെന്നേ. സുമതി, കല്യാണി, ആമിന, ഖദീജ. മുസ്ലിമായാലും ഇന്ത്യയിലും ക്രിസ്ത്യാനിയായാലും ഒട്ടുമിക്ക സ്ത്രീകളുടെ പേര് 3 അക്ഷരത്തിലായിരിക്കും. സാവിത്രി. തിരിച്ചങ്ങോട്ടൊരു ചോദിച്ചാൽ മതി, നിങ്ങളുടെ അമ്മൻ്റെ പേര് 3 അക്ഷരമല്ലേ. എന്നാലും ഈ ജനം ഉണരുവോ? പേർവാടി എന്നൊക്കെ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അജ്മീർ എന്നൊക്കെ പറയുന്ന സ്ഥലം, ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹ് ഹറാമാക്കിയ മുഴുവനും കിട്ടണം. കള്ളുഷാപ്പ് പോയാൽ കള്ള് കിട്ടും, വേശ്യാലയത്ത് പോയാൽ പെണ്ണ് കിട്ടും. ഇന്ന് എത്ര ദർഗേ പോയാൽ നിങ്ങൾക്ക് കള്ളും കിട്ടും, പെണ്ണും കിട്ടും, കഞ്ചാവും കിട്ടും, എല്ലാം കിട്ടും. കൊലപാതകം മുതൽ സ്വന്തം ഭാര്യനെ കൂട്ടിക്കൊടുപ്പ് വരെ ഇത്തരം സ്ഥലത്ത് നടക്കും. ഞങ്ങൾക്ക് ഇതൊരു അനുഭവമല്ല. നിങ്ങളുടെ വിധി അതാ. ഈ അന്ധവിശ്വാസത്തിന്റെ കൂടിൽ കിടന്ന് തിരിയ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങളെപ്പെടുത്ത ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖിന്റെ ക്ലിപ്പാണ് അടുത്തത്. കന്നിമൂലയുമായി ബന്ധപ്പെട്ട് ഒരു കണക്കൊക്കെ വരച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ജനങ്ങളെ ഞെട്ടിക്കുക. എന്നിട്ട് പരമാവധി ഉസ്താദേ എന്തെങ്കിലുമൊക്കെ ചെയ്തത് മാറാമല്ല വയ്യോ ഉണ്ടോ വിളിച്ചു.
ഇതിനൊക്കെ എങ്ങനെ ക്യാഷ് അടിച്ചെടുക്കാം? ആറാമത്തെ ക്ലിപ്പ് വന്നിട്ട് കളിപ്പിച്ച മോനെ ഉസ്താദിനൊക്കെ എല്ലാവരും ഒന്ന് പഠിക്കട്ടെ. ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കണം, ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കണം, ഈ ഭാഗത്തിൽ ബാത്റൂമുകൾ, അതേപോലെ തന്നെ ബാത്റൂമിന്റെ കുഴികൾ, അതുപോലെ തന്നെ കുളിമുറിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ വേസ്റ്റ് കുഴികൾ, ഇങ്ങനെ സംഗതികളൊക്കെ വന്നാൽ ഇവിടെ ബാത്റൂം, ഈ ഭാഗത്തിൽ ബാത്റൂം, കന്നിമൂലയിൽ ബാത്റൂം, അതേപോലെ തന്നെ ബാത്റൂമിന്റെ കുഴി, അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളത്തിന്റെ കുഴി, ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായാൽ വീട്ടിലുള്ള ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് അത് സംബന്ധമായി വലിയ വിഷയങ്ങൾ ഉണ്ടാവും. ചില സ്ഥലത്തിൽ വിഷയങ്ങളൊന്നുമില്ല, ചില സ്ഥലത്തിലോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാവട്ടെ അവരൊരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചൊറിച്ചിലും അതുപോലെ തന്നെ കാലുവേദനയും കൈവേദനയും തലവേദനയും ഒക്കെ പറഞ്ഞ് അവിടെ പോയിട്ടൊക്കെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഒന്നും ഒരു സുഖം കിട്ടിയിട്ടില്ല. അങ്ങനെ വന്ന സമയത്തിൽ അവസാനമായി ഒരു ആശാരിയെ കൊണ്ടുവന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാസ്തുശാസ്ത്ര പ്രകാരം ഇവിടെ എന്ത് പാടില്ല, ബാത്റൂം പാടില്ല, ഇത് പൊളിച്ചൊഴിവാക്കണം, അല്ലെങ്കിൽ ആ ബാത്റൂം മാറ്റണം. ആ ബാത്റൂം മാറ്റിയതിന് ശേഷം ആ ആളുടെ രോഗം മാറിയ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അതടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു വിഷമം എങ്ങനെ ആശാരിയ മുസ്ലിമാണ്, അയാളെ വിശ്വാസപ്രകാരം ബഷീറിന്റെ പുറന്റെ അടുക്കളയും ടോയ്ലറ്റും പൊളിച്ചു മാറ്റണം. അപ്പൊ എന്താ പ്രൊമോട്ട് ചെയ്യുന്നത്? പിന്നെ എന്താ പറയുന്നത്? ശ്രദ്ധിക്കണം എന്നാ എനിക്ക് ഒറ്റ അഭിപ്രായം. നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങളും പിന്നെ നാട്ടുകാർ നിങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ കൗമ രക്ഷപ്പെടും. പക്ഷെ ആളുകളെ ഏതൊക്കെ കോലത്ത് പിട്ടടിക്കാൻ പറ്റുമോ അതൊക്കെ. മനസാക്ഷി കുത്തിതിൽ വരാറില്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ? ഉണ്ടാവില്ല. എന്നറിയോ? ജനിച്ച് വീണപ്പോൾ തന്നെ മൊയിലാരുട്ടിയിട്ടാണ് ജനിച്ച്. അന്ന് മുതൽ ഹറാമാ തിന്ന്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്, ഹറാമ തിന്നൊന്നും സത്യം മനസ്സിലാവില്ല, ഹലാല് തിന്നാലേ സത്യം മനസ്സിലാവും. ഇത് ഞാൻ മാത്രമല്ല പറയാം, ഒരുപാട് ആളുകൾ ഈ മഹാന്മാരുടെ ഉദ്ധരണി പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഈ അടുത്ത കാലത്ത് പാണക്കാട് കുടുംബത്തിൽ നിന്നൊരു കുട്ടി, 16 വയസ്സുള്ള കുട്ടി, ഫാത്തിമ നർഗീസ്, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരം പറഞ്ഞു. ആ കുട്ടിയെ ഇല്ലാണ്ടാക്കിയത് ഒന്ന് ബാപ്പന്നെയാണ്. ശരിക്കും അതുവരെ ഈ മകള് പറഞ്ഞ എല്ലാ ഉത്തരവും പക്വതുള്ളൊരു കുട്ടീൻ്റെ ആയിട്ട് തങ്ങൾ വരവെച്ച്, ഇത് മാത്രം തങ്ങൾ പറയണം അവളെ പക്വത കുറവുകൊണ്ടാണ്. അതിൻ്റെ ബാക്കിയുള്ളതൊക്കെയോ അത് പക്വതയാണ്. അപ്പം 16 വയസ്സുള്ള കുട്ടിക്ക് ബാക്കിക്കൊക്കെ പക്വത, ഇവിടെ എത്തിയപ്പോൾ മാത്രം പക്വത അങ്ങ് ചോർന്നുപോയി. ഞാൻ ആ കുട്ടീനോട് പറഞ്ഞാൽ എന്താ പറയുക, മോളെ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ഉപ്പയാട്ടോ, ആള് സുമുഖനാണ്, പക്ഷെ മോളെ വാപ്പൻ്റെ ശത്രുവാണ്, ജഡ മനസ്സിലാക്കളി. അവിടെ ഒക്കെ വരെന്താ പറയല്, പെണ്ണ് പള്ളി പോകാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് സമസ്തക്കാരുടെ ചില ഉദ്ധരണികൾ വായിച്ച് കൽപ്പിച്ചത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പിട്ട് കാണിച്ചതിന് ശേഷം ഇവിടെ നടക്കണേ ഈ മോരും മുതിരയും വെച്ചമാതിരി ആണും പെണ്ണും കൂടി കലരുന്നേ, ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ അടിച്ചു വിടുന്നേ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ മജ്‌ലിസ് ഉണ്ടല്ലോ, അതിന് ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാണ്, ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന അതായത് പുത്തൻവാദികളുടെ ആ വാദമുണ്ടല്ലോ, ആ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അങ്ങനെ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടും. പള്ളിയിൽ പോകാം, കുഴപ്പമില്ല, പുണ്യാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇതാണ് ഇവരെഴുതുന്നത്. സ്ത്രീകളും ജുമാ ജമാഅത്തും, പേജ് 9, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേൾക്കണേ, നോക്കൂ നിങ്ങൾ. അതുപോലെ വിധി, അതായത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി വിധി ഹറാം തന്നെ. ആധുനിക പ്രശ്നങ്ങൾ ഫിഖിലൂടെ, പേജ് 2 ചിന്തിക്കണം. ഹുസൈൻ കാമിലി, ഓമച്ചപ്പുഴ. കേൾക്കണം, ഈ കാലത്ത് നിരുപാധികം ഹറാം സ്ത്രീ പള്ളിപ്രവേശനം ഇസ്ലാമിക വീക്ഷണത്തിൽ, പേജ് 47, സുലൈമാൻ സക്കാഫി, മാളിയേക്കൽ. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് ഖണ്ഡിതമായി പറയുന്നതാണ് ശരി. അതുപ്രകാരമാണ് ഫത്വ നൽകേണ്ടതും. സുന്നി അഫ്കാർ വാരിക 1997, മാർച്ച് 19, പുസ്തകം 6 ലക്കം 25, പേജ് 1. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. അടുത്തത്, സ്ത്രീകളുടെ പള്ളിപ്രവേശനം നിഷിദ്ധം. സമസ്ത മുഷാവറ ചന്ദ്രിക ദിനപത്രം 1997, മാർച്ച് 23, പേജ് 7. ജുമാ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തു പോകൽ നിഷിദ്ധം തന്നെയാണ്. സുന്നി അഫ്കാർ 1997, മെയ് 28. അടുത്തത് നിങ്ങൾ നോക്കൂ. ഇനി ഇവർ പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം എന്താ, അത് കേട്ടോളി. സ്ത്രീയും പള്ളിയും, കള്ള്. അടുത്ത പോയിന്റാണേ. കള്ള് ഇസ്ലാമിൽ ആദ്യകാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ, പെണ്ണ് പള്ളി പോലെ ആദ്യകാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നില്ല. ആ കാലത്ത് കള്ള് കുടിച്ചത് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ കള്ളു കുടിക്കാൻ നിങ്ങൾ പറയോ?
പലിശ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പ്രശ്നമില്ലായിരുന്നു, പിന്നെ നിരോധിച്ചു. അപ്പൊ പലിശ നിരോധിച്ച പോലെ, മദ്യം നിരോധിച്ച പോലെ പെണ്ണിന് പള്ളിപ്രവേശനം നിഷിദ്ധമാണ് എന്ന് എഴുതിയ ആളുകളായി. ചിന്തിക്കണം നിങ്ങൾ. ആ ആളുകളോട് ഞാൻ ഇവിടെ ഇടുന്ന ഈ മോരും മുതിരയും വെച്ച മാതിരി ആണും പെണ്ണും ഇടകലരുന്ന ക്ലിപ്പുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കാണി. എന്നിട്ട് അതിൽ ആണും പെണ്ണ് എങ്ങനെയാ നിൽക്കണത് നിങ്ങൾ നോക്ക്. നിങ്ങൾ ചോദിക്കേണ്ട ഏത് ഖുർആൻ പ്രകാരമാണ് പെണ്ണിന്റെ നെഞ്ചും ആണിന്റെ നെഞ്ചും ഇങ്ങനെ കൂട്ടി വരുത്തിയാലും കുഴപ്പമില്ല സലാത്ത് വാർഷികത്തിന് വരുമ്പോൾ അത് വന്നാൽ ഫിത്തന ഉണ്ടാവില്ല. അപ്പുറത്ത് പോകൽ ഖുർആനും കൊണ്ട് ഹദീസ് കൊണ്ട് ഒക്കെ സ്ഥിരപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ഒരു വാറോലെങ്കിലും കൊണ്ടുപോവാ, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോവാ. മോനെ അതൊന്നിട്ട് കാണിച്ചു കൊടുത്തേ. മലപ്പുറം ജില്ലയിലെ വായക്കാട് നൂറ അജ്മീർ എന്ന ആത്മീയ സദസ്സിന്റെ വാർഷികം കഴിഞ്ഞിറങ്ങിയ ജനക്കൂട്ടമാണ്. ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് ഇന്നലെ വായക്കാട് വലിയ ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് കാണാൻ സാധ്യമായത്. ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി വായക്കാടിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ദിക്ർ വാർഷികം നടക്കുന്നത്. 4ാമത്തെ വാർഷികമാണ്. മലപ്പുറം ജില്ലയിലെ വായക്കാട് നൂറ അജ്മീർ എന്ന ആത്മീയ സദസ്സിന്റെ വാർഷികം കഴിഞ്ഞിറങ്ങിയ ജനക്കൂട്ടമാണ്. ആയിരക്കണക്കിന് വിശ്വാസികളെയാണ് ഇന്നലെ വായക്കാട് വലിയ ജുമാ മസ്ജിദ് പള്ളി പരിസരത്ത് കാണാൻ സാധ്യമായത്. ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി വായക്കാടിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ദിക്ർ വാർഷികം നടക്കുന്നത്. 4ാമത്തെ വാർഷികമാണ്. കേരളത്തിൻ്റെ പുറത്ത് നിന്ന് വരെ ഇവിടേക്ക് വിശ്വാസികൾ എത്താറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ തന്നെ പല വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരും ഉണ്ടാവും. ഈ വലിയുദ്ദീൻ ഫൈസിയെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കും. അദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്, വോയിസ് ഓഫ് വലിയുദ്ദീൻ ഫൈസി എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് എല്ലാം സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും 7 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്കൊരു അസഹ്യത ഉണ്ടല്ലോ. നേർച്ചക്ക് പോകാന്, ഉറൂസിന് പോകാന്, ആന എന്നുള്ളടത്ത് പോകാന്, ചെണ്ടമുട്ടുള്ളടത്ത് പോകാന്, ആണും പെണ്ണും ഇടകലരുന്നിടത്ത് പോകാന്, അവിടെ ഒന്നിച്ചിരിക്കാന് പറ്റുമെങ്കിൽ ചിലപ്പോൾ പല തോന്നിയാസവും ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും മാനവുമില്ല. അതേ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പോകുന്നതിന് വെറുക്കുകയും ചെയ്യുന്നു. കാരണം നിങ്ങൾ അള്ളാഹിന്റെ പള്ളിയിൽ പോയാൽ നിങ്ങൾ നന്നാവും. നിങ്ങൾ നന്നായ മൂല്യന്മാർക്ക് കിട്ടുന്ന വരുമാനം കുറയും. നിങ്ങൾ വള ഉരി കൊടുക്കുന്നു, മാല ഉരി കൊടുക്കുന്നു ഇല്ലാതാവും. മനസ്സിലായി നിങ്ങൾക്ക്? ആ തട്ടിപ്പ് നിങ്ങൾക്ക് ബോധ്യാവും. നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്തില്ലേ? നിങ്ങളെ കളി കണ്ട എന്താ തോന്നുക? ഇങ്ങനൊക്കെ നടന്നോളാൻ ഞാൻ എൻ്റെ ചോദ്യത്തിലേ ഉള്ളൂ. സ്വഹാബി വനിതകളും സ്വഹാബത്തും അന്യപുരുഷന്മാര് അപ്പം എന്താ പറയണേതാ? അംസക്കോയ ബാക്കവി മുന്നിയൂര് ഇവരൊക്കെ എന്നും പറഞ്ഞിട്ടുള്ളൊരു മൊയ്ലിയാരാ. ആ മൊയ്ലിയാര് പറയണെന്നറിയോ? അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പൊതുജമായത്തിലും ജുമയിലും സ്ത്രീകൾ പങ്കെടുക്കുന്നത് കുറ്റകരമാണ്. അപ്പൊ ഇവിടുത്തെ സലാത്ത് വാർഷികത്തിലോ ഏതാ ഹദീസ്, ഏതാ ആയത്ത്? ഫിത്തന ഉണ്ടാകെ ആണും പോകാൻ പാടില്ല എന്നാ. ഒരു വലിയ ഫിത്തന ഉണ്ടാവും, അങ്ങോട്ട് പോണ്ട. ഇവിടെ ഒന്നും ഫിത്തന ഉണ്ടാവില്ല, പള്ളിയിൽ മാത്രം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതോ, നിങ്ങൾ മൊയ്ലിയാമാരുണ്ടാ ചിലപ്പോൾ ഫിത്തന ഉണ്ടാവും. അതിലെ വേറെ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ഒരു മതവിധി പറ. ഈ സ്ത്രീകൾ പള്ളി പോകുന്നതിനെതിരെ ഉറഞ്ഞു തുള്ളിയല്ലോ നിങ്ങൾ കഴിഞ്ഞ ദിവസം. ആ പാവം പിടിച്ച 16-കാരിക്ക് എന്താ നിങ്ങൾ ഉറഞ്ഞു തുള്ളാത്ത? ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾ ഉറഞ്ഞു തുള്ളാത്ത? ഏത് ഹദീസ് വെച്ചിട്ടാ നിങ്ങൾ തെളിയിക്കുക? ആട്ടി തെളിയിച്ച് ദർഗയിലേക്ക് കൊണ്ടുണ്ടല്ലോ. നിങ്ങൾ മദീനയിലും മക്കയിലും ചെന്നാൽ പോലും റൗദ കാണാൻ, ദർഗ കാണാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുണ്ടല്ലോ. ആ പച്ചപ്പ് കണ്ടില്ലേ നമ്മളെ പോലെ എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ച് അവിടുന്ന് വളവൂരി വാങ്ങുന്ന നിങ്ങളില്ലേ? നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ചൊന്ന് ഓർത്തുകൂടെ? എവിടെയാണ് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റാത്തത്? എത്ര ശിർക്കിന്റെ വരികളാണ് ഞാനിപ്പം കേട്ടിട്ട് എനിക്ക് ചങ്ക് പൊട്ടിപ്പോയ. കാരണം അവിടേക്ക് ഈ ചെക്കന്മാർ എത്തുന്നത് എന്തുകൊണ്ടാ? അതെത്താനുള്ള അടിസ്ഥാനപരമായ കാരണം അതെന്താണെന്നറിയോ? നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് പിന്നെ ലൈസൻസ് ഇല്ലാതായി. 13ാമത്തെ ക്ലിപ്പ് ഒരു പാട്ടാണ്. നിങ്ങളത് ഈ മണ്ണാർക്കാട്ടുകാരൻ ഒരു പയ്യനെ, ഇത് സി എം അടവൂരിനെ കുറിച്ചാണ്. അപ്പം പറയുന്നത് പടച്ചോനാണ് സി എം അടവൂർ, മാലിക്കുൽ മുലൂക്കാണ്, സിംഹാസനത്തിൻ്റെ രാജാതിരാജനാണ് എന്നും പാടുകയാണ്, മണിച്ചു പാടുകയാണ്. അവനോട് അള്ളാഹ് ഉദാര്യം കാണിക്കുന്നുണ്ടറിയോ? അള്ളാഹ് ചില നിശ്ചയങ്ങൾ വെച്ചിട്ടുണ്ട്, അവധി വെച്ചിട്ടുണ്ട്. ആ അവധിയിൽ ഫിർഔൻ, ഹാമാൻ, നമ്രൂദ്, അബൂജഹൽ ഈ വിഷജീവിയുടെ മുമ്പിലുണ്ടല്ലോ ഒന്നല്ല. പറയുമ്പോൾ എത്ര നെരുന്ത് പോലത്തെ ഒരു സാധന പാടുന്നത്. മോനെ ആ 13ാമത്തെ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. അലമാകെ പോറ്റിടും അർശിന്റെ നാദനായിടും മാലിക്കുൽ മുൽക്കായ മുൽകേ ശേഖനാ മടവൂർ വലി പാപികൾ കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വലി രോഗികൾ ഒറ്റടിക്ക് കൊല്ലണം, പല്ലിനെ കൊല്ലണമായിരിക്കും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു ഇസ്ലാമിക ഖിലാഫത്തിന്റെ ചുക്കാൻ പിടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലായോ?
ഞാൻ ചോദിക്കുന്നു, തൊപ്പിയും താടിയും ഇട്ട EKP സുന്നികളോട് ചോദിക്കും, ഈമാനിന്റെ കണിക നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അർശിന്റെ നാഥനാണ് അത്രേ CM മടവൂര്. സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ സ്പന്ദനം നിന്നുപോയിട്ട് അത് തിരിച്ചു പിടിക്കാനാവാത്ത, കാതിൽ അസുഖം ബാധിച്ച് ചൊറി പിടിച്ച് പഴുത്ത് തൂങ്ങി നിന്നിട്ട് അത് രക്ഷിക്കാൻ പറ്റാത്ത ആളാണ് അത്രേ മാലിക്കുൽ മുലൂക്ക്. മാലിക്കുൽ മുലൂക്ക് ആരാണോ? പടച്ചതമ്പുരാനല്ലേ? ആ പടച്ചതമ്പുരാനാണ് CM മടവൂർ എന്ന് പറയുന്ന, പുല്ലിനെ നിയന്ത്രിക്കുന്നതും എന്നിനെ നിയന്ത്രിക്കുന്നതും CM മടവൂർ എന്ന് പറയുന്ന ഈ പാട്ടിന്റെ വരികളിലെ ശിർക്കും കുഫറും. ഫിറൗനിന്റെ തൊള്ളയിൽ നിന്ന് പോലും ഇത്തരത്തിലെ കുഫർ വന്നിട്ടുണ്ടോ? അബൂജഹലിന്റെ നിന്ന് വന്നിട്ടുണ്ടോ? അബൂജഹലിനോട് മുത്തുനബി ചോദിക്കാണ്, അല്ല ഫമയുദ്ബിറുൽ അബൂജഹൽ പോ മുഹമ്മദ് എവിടെ നിന്ന്? ഞങ്ങൾക്കൊക്കെ അറിയാതെ പടച്ചോനാണ്. കാന്തപുരത്തിനോട് ചോക്ക്, മുദബ്ബിറുലാലമാരാണ് CM മടവൂരാന്ന്. അബൂജഹലും കാന്തപുരം കണ്ടുമുട്ടി മത്സരയില്. അപ്പൊ അബൂജഹൽ ഇങ്ങനെ നരകത്തിലേക്ക് പോവുക, അബൂബക്കർ ഇങ്ങനെ സ്വർഗത്തിലേക്ക് തിരിയുമ്പോൾ അബൂജഹൽ അള്ളാഹിനോട് ചോദിച്ചല്ല, മുദബ്ബിറുലാലമാരാന്ന് നിന്റെ റസൂൽ എന്നോട് ചോദിച്ചപ്പോൾ നീയാണ് എന്ന് ഞാൻ പറഞ്ഞതിന് അള്ളാഹ് നീ സാക്ഷി. നിന്റെ ഖുർആൻ കൊണ്ടത് തെളിഞ്ഞിരുന്നു, ഞാനത് പറഞ്ഞിരുന്നു. നാഥാ, ലോകം നിയന്ത്രിക്കുന്ന നീയാണെന്ന് അംഗീകരിച്ച ഞാനിതാ നരകത്ത് പോകുന്നു. നാഥാ, മനുഷ്യനായി നീ സൃഷ്ടിച്ച കാഷ്ടിക്കുന്ന മൂത്രമയിക്കുന്ന ചന്തികൻ കയ്യും കാലും കുഴഞ്ഞ കാലത്തും 10 കൊല്ലം നിസ്കരിക്കാത്ത ഈ ഒരു പച്ച ദുർബലനായ ഒരു സൃഷ്ടിയെ ലോകത്തിന്റെ നിയന്താവ് എന്ന് വിളിച്ച് ഇവൻ സ്വർഗത്തിലോ എന്ന് അബൂജഹൽ അവിടെ നിന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നീതിബോധമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാലിക്കുൽ മുലൂക്കായ CM മടവൂർ ഫിറൗനിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ? പറ. അബൂജഹലിന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇങ്ങനെ പാടാൻ ഈ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടറിയോ? ഇങ്ങനെ പാടാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ പ്രസംഗമാണ്, കാന്തപുരത്തിന്റെ പ്രസംഗമാണ്, മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ പ്രസംഗമാണ്. ഈ കൗമിനെ രക്ഷപ്പെടുത്തേണ്ടതില്ലേ? ഈ കൗം എവിടെയാണ് നിൽക്കുന്നത്? ഹൃദയത്തിന്റെ മിടിപ്പ് അതിങ്ങനെ 72 സെക്കൻഡിൽ അതിങ്ങനെ മിടിപ്പ് കുറഞ്ഞ് പൾസ് കുറഞ്ഞ് പൾസ് കുറയുന്നു, മിടിപ്പ് കുറയുന്നു. ഇതെല്ലാം ഇങ്ങനെ കുറഞ്ഞ് മരണത്തിന് വിധേയമായി മണ്ണോട് മണ്ണ് ചേർന്ന ഒരാളാണ് മാലിക്കുൽ മുലൂക്ക് എന്ന് പാടുമ്പോൾ അവനെ ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുക്കൾക്ക് ഇത്ര കുഫറില്ല, ഇത്ര ശിർക്കില്ല. നിങ്ങൾ ആലോചിച്ചോ? തലപ്പാവിട്ട് താടി നീട്ടി മീശ പഠിച്ച് ആസുര ജന്മങ്ങൾ ഊരു ചുറ്റുന്ന ഈ കേരളത്തിന്റെ തിരുവീതിയിൽ ഈ പുരോഹിതന്മാരെ കൊണ്ട് അല്ലേ, കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ അള്ളാഹു തആല ഒന്നും ചെയ്യൂല എന്നാണ് ഞാൻ കരുതുന്നതെന്ന് പ്രസംഗിച്ച ആ പകരാക്ഷന് ജീവിക്കുന്ന ഈ ലോകത്ത് അള്ളാഹ് ഇത്ര കാരുണ്യവാനാണ്. അള്ളാഹ് ഇത്ര ലോകത്തെ ഏതെങ്കിലും ഒരു ജനതയെ മുച്ചൂട് മുക്കിക്കളയാൻ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടല്ല. ഈ ജന്മങ്ങൾ കയറുന്ന ഒരു ബസ് മൊത്തത്തിൽ മുക്കിക്കാൻ, ഫ്ലൈറ്റ് മുക്കിക്കാൻ പടച്ചോന് കഴിയാത്തോണ്ടല്ല. പടച്ചോന്റെ കാരുണ്യമാണ്. ഇത്ര നന്ദി കെട്ടൊരു ജനത ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക, ഖുർആന്റെ ചരിത്രം പരിശോധിക്കുക. ഇവരെ പോലെ കുഫറും ശിർക്കും പറഞ്ഞ ഒരു ജനത കേരളത്തിലാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, 7ാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. പലരും കേട്ടതായിരിക്കും, പക്ഷെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ? മൊയ്തീൻ ഷെയ്ഖിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതയെ പടുത്തുയർത്താനാണ് സമസ്ത ഉണ്ടാക്കിയത്. ഞങ്ങളും അതാ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ളവരല്ല, റസൂലിന് വേണ്ടിയുള്ളവരല്ല, ഇസ്ലാമിന് വേണ്ടിയുള്ളവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 5 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ചിട്ടുള്ളൊരു മനുഷ്യനെ വിളിച്ച് ഉച്ചൈസ്തരം ദുആ ചെയ്ത് ശിർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. മമ്പാട്ടുകാരനടുത്തനുണ്ടല്ലോ, പേര് പറയാൻ എനിക്ക് അറപ്പ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാഴ്വേലയായി പോയ ആ ജന്മം പറയുന്ന ക്ലിപ്പാണ് 8ാമത്തെ. നിങ്ങളൊന്ന് കേട്ടുനോക്കി. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാനാണ് സമസ്ത. ഫോർ വീലറാ എന്താ പറഞ്ഞത്? മരിച്ചുപോയ വഫാത്തായ നബിയെ വിളിക്കാനേ. ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖിന്റെ നാവിലൂടെ അങ്ങനെ ഒരു വാചകം വന്നിട്ടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നാവിലൂടെ അങ്ങനെ ഒരു വാചകം വന്നിട്ടുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ നാവിലൂടെ അങ്ങനെ ഒരു വാചകം വന്നിട്ടുണ്ടോ? അലി ബിൻ അബി ത്വാലിബിന്റെ നാവിലൂടെ വാചകം വന്നിട്ടുണ്ടോ? ബിലാലിന്റെ നാവിലൂടെ വാചകം വന്നിട്ടുണ്ടോ? അബൂദർ ഗിഫാരിയുടെ നാവിലൂടെ, അബൂദർദാവിന്റെ നാവിലൂടെ, ഖബ്ബാബിന്റെ നാവിലൂടെ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന്റെ നാവിലൂടെ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന്റെ നാവിലൂടെ, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ലാസിന്റെ നാവിലൂടെ, അബൂ മുസ്അ അശ്അരിയുടെ നാവിലൂടെ ഇത്തരം ഒരു വാചകം വന്നിട്ടുണ്ടോ? മരിച്ചുപോയ മുഹമ്മദ് നബിക്ക് ശേഷമല്ലേ അവരൊക്കെ ജീവിച്ചത്? വഫാത്തായ നബിയെ വിളിക്കാനാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള വാചകം ഉണ്ടായിട്ടുണ്ടോ?
അതുകൊണ്ട് ഞാൻ EKAPസിനോട് പറയാണ്, ലോകത്തിലെ ഏറ്റവും പിഴച്ച നേതാക്കന്മാരാണ് നിങ്ങൾക്കുള്ളത്. ആ പിഴച്ച നേതാക്കന്മാർ നിങ്ങൾ രക്ഷപ്പെട്ടോളി. ഇന്നൊരന്തി നിങ്ങൾ ഉറങ്ങരുത്. ഈമാന്റെ തരിമ്പ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കേട്ടോ. അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നില്ല എന്ന് പറഞ്ഞില്ലേ അറാബികളുടെ? അങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ? 49-ാം അധ്യായം 14-ാമത്തെ വചനം. അതാണോ നിങ്ങളുടെ അവസ്ഥ? എങ്കിൽ നിങ്ങളെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല. അടുത്ത ക്ലിപ്പ് നിങ്ങൾ കേട്ടോളി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുമ്പാറ്റ പോലെ നെരുന്ത് പോലൊരു സാധനത്തിന്റെ ഒരു ശബ്ദമാണ്. ആ മുക്കൂട്ട് മുന്നണിയുടെ, പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കേരളത്തിലെ മുക്കൂട്ട് മുന്നണിയുടെ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടോളി. അവർ പറയുന്നത് പോലെ ഇവിടുത്തെ ഒരു ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന്റെ നാവിലൂടെ പോലും അത്ര വലിയ ശിർക്കും കുഫറും വരുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളൊന്ന് കേട്ടോളൂ. 9-ാമത്തെ അതിന് തൊട്ടതായി ഞാൻ പറഞ്ഞല്ലോ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാറിന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്കൊരു കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ വലിയ ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാൻ. അനല്ലാന്ന് പറഞ്ഞേന്ന് ഞാനേ സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയുന്ന ഒരു കാര്യം. ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിറഔനെ പറ്റി നമ്മൾ എന്താ പറയുന്നത്? കാഫിർ, ലാലിം. ഇയാളെന്താ പറയുന്നത്? അനല്ലാന്ന് പറഞ്ഞാൽ ആലിമാണ്, മറ്റേതോ ലാലിമാണ്. അപ്പൊ ഫിറഔനും ചോദിക്കൂലേ നാളെ ഈ ചെങ്ങായിനോട് എനിക്ക് പേര് പറയുമ്പോൾ ചിലപ്പോൾ തെറി പറഞ്ഞു പോകുമെന്ന് പേടിച്ചു പോയാ ഞാൻ. ലോകത്ത് എടോ കൊട്ടേഷൻ പാർട്ടി പോലെ ഇത്ര നീചന്മാരല്ലാന്ന് നിങ്ങളെ ഫിറൗന് പരലോകത്ത് വരുമ്പോ ഫിറൗൻ ചോദിക്കൂലേ പഠിച്ചോനെ ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ് എന്നെ നീ വെള്ളത്തിൽ മുക്കിക്കൊന്ന്. അതേ വാചക അനല്ലാ എന്ന് പറഞ്ഞു മൂപ്പരെ നീ സ്വർഗത്തിലേക്ക് നയിക്കണോന്ന്. ഞാൻ പറഞ്ഞത് ദുൽമും ഇവർ പറഞ്ഞത് ഇൽമുന്നാണല്ലോ ഈ അൻവരി പറയുന്നത്, അബ്ദുൽ സമദ് അൻവരി എന്ന് പറയുന്ന ഈ കീഴ്ശേരിക്കാരൻ പറയുന്നത് എന്നവിടെ ചോദിക്കില്ലേ? ഇനി അള്ളാനൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ കടം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, രോഗം വന്നാൽ, എന്തെല്ലാം ദുനിയാവിലുണ്ടോ അതൊക്കെ അള്ളാനോടാണ് നമ്മൾ പറയുക. അതൊക്കെ പറയേണ്ടത് CM മടവൂരിനോടാണെന്നാണ്. അടുത്ത നമ്മുടെ ചങ്ങായിണ്ടല്ലേ ഏത് അറിവിൻ നിലാവ്. അറിവിൻ നിലാവല്ല മോനെ, ഇരുട്ടിൻ. അതിന് നിലാവ് എന്ന് വരില്ല, ഇരുട്ട്, ദുൽമ്. ആ ദുൽമിലാണ് നിങ്ങളുള്ളത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. 11-ാമത്തെ 10-ാമത്തെ ക്ലിപ്പ് ഒന്ന് കേട്ടോ. എന്ത് സങ്കടം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും, എന്ത് സങ്കടം അനുഭവിക്കും, എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും, എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും, ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മഹാനായ മടവൂർ പാപ്പാന്റെ ഹളറത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുക. കടം വീടാൻ ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്, സാധേ രോഗം ശിഫിയാവണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നവരുണ്ട്. എത്രയെത്ര സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളുടെ പർവ്വതക്കെട്ടുകളുമായി അള്ളാഹുവിന്റെ ദുനിയാവിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിക്കുന്ന എത്രയോ സാധുക്കളുണ്ട്. അവർക്കെല്ലാവർക്കും തനിയാണ് മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും പർവ്വത സമാനമായ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ജീവിതത്തിൽ നമ്മെ തേടി വരുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ സലാമത്താണ് മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. എത്ര ആളുകളാണ് അവിടുത്തെ സമീപത്ത് വന്ന സങ്കടം പറയാറുള്ളത്? ആര് നിങ്ങളെ തകർക്കാൻ നോക്കിയാൽ മടവൂർ പാപ്പാനെ പിടിച്ചു നിൽക്കുന്നവരാരാ? മടവൂർ പാപ്പയുമായിട്ട് ബന്ധമുള്ളവരാരാ? മഹാനായ ശൈഖുനാ CM വലിയുല്ലാഹി തങ്ങളവരുമായിട്ട് കണക്ഷൻ ഉള്ളവരാരാണ്? നിരന്തരം അവിടത്തേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരാരാണ്? അവർക്ക് മഹാനവറുകളെ കാവൽ ലഭിക്കുമെന്ന് മറന്നു പോവേണ്ട. ഇവരെയൊക്കെ മുന്നിലുള്ള ആളാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പരാമർശിക്കോ? ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മൂസ അലൈഹിസ്സലാം ഇത് പറയോ? 5 ഇരുട്ടറകൾ കഴിഞ്ഞ യൂനുസ് നബിയെ കുറിച്ച് ഇത് പറയോ? ആകാശത്തിന്റെ രാത്രിയുടെ ഇരുട്ടും കാർമേഘത്തിന്റെ ഇരുട്ടും
കടലിന്റെ ഉപരിതലത്തിലെ തിരമാലയാകുന്ന ഇരുട്ടും ആന്തരിക കടലിലെ ഇരുട്ടും മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടിലും വെച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ച യൂനുസ് നബിയുടെ ജീവിതത്തിലുണ്ടോ? റബ്ബിക്കദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. 12-1 രോഗം വന്നപ്പോഴും ബുദ്ധിമുട്ട് വന്നപ്പോഴും അല്ലെ അവരൊക്കെ പ്രാർത്ഥിച്ചത്, പടച്ചവനെ എനിക്ക് ദുരന്തവും പ്രയാസവും ഉണ്ടായി, അന്നി മസ്സനി അൽദുർ വഅൻത അർഹമുർ റഹീമീൻ. ഇവിടെ എന്താ ഒച്ചത്തിൽ ദിക്ർ, ഒച്ചത്തിൽ ഉദൂ റബ്ബക്കും തളർറുൻ വഖുഫിയ. ബഹറുൽ മുഹീത്തിൽ വലിയ പണ്ഡിതന്മാർ വിവരിക്കുന്നു, ഉദൂ റബ്ബക്കും നിങ്ങൾ റബ്ബിനെ വിളിക്കണം, തളർറുൻ വഖുഫിയ ഭയപ്പാടോടെ പതുക്കെ സ്വകാര്യമായി. അല്ലേ ആ മഹാനായ പ്രവാചകന്റെ പ്രാർത്ഥന പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിജാൻ ഖഫി, പതുക്കെ വിളിച്ചു. ഇവിടെ ഒച്ചത്തിൽ ദുആണ്, മൈക്ക് കെട്ടിയത് ബഹളമാണ്. ഈ ആയത്തിനെ പുരസ്കരിച്ചുകൊണ്ട് 7-55 പുരസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് സോഫ്റ്റ് ആയിട്ടും അങ്ങേയറ്റത്തെ ശബ്ദം കുറച്ചും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ശബ്ദം കൂട്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞത്, ഉറക്കെ വിളിച്ചു പ്രാർത്ഥിക്കുക. അല്ലാഹ് ചെവി കേൾക്കാത്തവനല്ല. വൈദാ സലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ നുജീബു ദഅവത ജാഹിദാൻ ഫലിയസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. പതുക്കെ റബ്ബ് കേൾക്കത്തക്ക രൂപത്തിൽ പ്രാർത്ഥിക്കുക, അതിന്റെ ആദമാണ്. അതുപോലും തെറ്റിച്ചുകൊണ്ട് നിങ്ങളെ പറ്റിച്ചും പല നിലക്കും നിങ്ങളുടെ വികാരങ്ങളെ ഉണർത്തിയും നിങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ഒരു പിരിവുമില്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ സലാത്തുകളിലൊക്കെ പല കോലത്തിൽ പറഞ്ഞ് നിങ്ങൾ പിരിക്കാതെ നിങ്ങൾക്ക് 1 വർഷമോ 2 വർഷമോ കടന്നു പോകാൻ പറ്റുമോ? നിങ്ങൾക്ക്? എന്നിട്ട് എണ്ണത്തിന്റെ കണക്ക് 7 ലക്ഷത്തിന്റെ കണക്ക്, 6 ലക്ഷത്തിന്റെ കണക്ക്. ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് പിഴക്കുന്നു എന്നുള്ളതിന്റെ തെളിവാ. മനസ്സിലായോ? അല്ലാതെ ഈ ഹൈറിന്റെ അല്ല, വിദേഹത്തിലേക്കല്ല ആളുകളെ കൂട്ടേണ്ടത്, സുന്നത്തിലേക്കാ. സഹാബികളും അതുപോലെയുള്ള ആളുകളും പഠിപ്പിച്ചാതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഫലിഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചാൽ ശിക്ഷയുണ്ട് ദുനിയാവില്, ആഖിറത്തിലും ശിക്ഷയുണ്ട്, നല്ലൊരു മരണം ഉണ്ടാവില്ല. 24-ാം അധ്യായം 62-63 വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. സൂറത്ത് ഹുജറാത്ത് 1-ാമത്തെ വചനമാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഈ ആയത്തുകൾ അറിയുമ്പോൾ സ്വഹാബത്ത് ഭയപ്പെടുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അവർ ഇത്തിബാ ചെയ്തു. നബിയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവർ പിൻപറ്റി. ബാങ്ക് കൊടുത്തപ്പോ നബിയുടെ വഫാത്തിന് ശേഷം അശ്വദ് മുഹമ്മദ് റസൂൽ പറഞ്ഞപ്പോ ബോധം കെട്ട് വീണ ബിലാൽ ആ നബിയെ പിൻപറ്റി. അവരാരും നിങ്ങളെപ്പോലെ ബിദ്അത്ത് ചെയ്തവരല്ല. ഒരു വാചകം ഒരു കൂട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതപ്പടി. നബി ഒരിക്കൽ നിസ്കരിക്കവേ ഒരു ചെരുപ്പ് അഴിച്ചിട്ടു, എല്ലാ സ്വഹാബത്തും അഴിച്ചിട്ടു. നബി ചോദിച്ചു എന്തേ? ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞു ആ ചെരുപ്പിൽ നജിസുണ്ട്. നിങ്ങൾ എന്തിനാ നബിയെ? നിങ്ങൾ ചെയ്തു അല്ലെ? നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാൻ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖീറത്തു മിൻ അംരി. അല്ലാഹുവും റസൂലും സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും ഒരു കാര്യം വിധിച്ചാൽ അവർ നഫ്സിന് സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റാൻ പാടില്ല. അവരതിന് പൂർണ്ണമായി തൃപ്തിപ്പെട്ടുകൊള്ളണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. സൂറത്ത് നിസായിലെ 65. ഫലാ വറബ്ബിക, നിന്റെ നാഥനെ തന്നെയാണ് സത്യം, നീ വിശ്വാസിയാവുകയില്ല അല്ലാഹുവിന്റെ റസൂൽ വിധിച്ചതിന് കീഴ്പ്പെടാതെ. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൽതഹു. 59-7. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിൽ ഇതില്ല. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിൽ നിങ്ങൾ ചെയ്യുന്ന ഒന്നുമില്ല. ഖദ്ദാദില്ല, നബിദിനമില്ല, റാത്തീബില്ല, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നിങ്ങൾ കൊണ്ടാടുന്ന ആണ്ടർതികളില്ല, നിങ്ങളുടെ നേർച്ചകളില്ല, പൂരോത്സവങ്ങളില്ല, ആനയെന്നുള്ളത്തിലുകളിൽ, അമ്പാരികളില്ല, വാദ്യമങ്ങളില്ല, വെടിക്കൊപ്പുകളില്ല, പടക്കം പൊട്ടികളില്ല, ഒന്നുമില്ല. ദാഊനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റതു സുവാലിഹിം വഖ്തിലാഫുഹും അൻ അൻബിയാഇഹിം വഇദാ നഹൈതുകും അൻ ഷൈഇൻ ഫജ്തനിബൂഹു വഇദാ നഹൈതുകും. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഞാൻ ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചത്, നിങ്ങൾ കസ്റത്ത് സുവാലി വേണ്ട, അധികരിച്ച ചോദ്യങ്ങൾ വേണ്ട. അത് ബിദ്അത്തല്ലേ, ഇത് ബിദ്അത്തല്ലേ, മൈക്ക് ബിദ്അത്തല്ലേ, ഫോൺ ബിദ്അത്തല്ലേ, അതുപോലെയാണോ നിങ്ങളുടെ ബിദ്അത്ത്? ഒരാൾ ഫോൺ ഉപേക്ഷിച്ചാൽ അയാൾക്ക് ശിക്ഷയോ കൂലിയോ പ്രശ്നമുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് അത് ദീനാണിതാ.
ഇത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇതിന് കൂലിയുണ്ടെന്നാണ്. കൂലി നിശ്ചയിക്കാൻ നിങ്ങൾ പറഞ്ഞില്ലേ ലൈലത്തുൽ ഖദറിനേക്കാൾ മുന്തിയതാണ് റബീഉൽ അവ്വൽ 12. അത് വഹിയാണോ? ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യം എന്നത് വഹിയാണ്. നിങ്ങളുടെ വാചകം നാവിന്റെ നീട്ടമല്ലാതെ വേറെന്താണുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരാളോട് വലത്തെ കൈ കൊണ്ട് തിന്ന് കുടിക്കി. അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ചെയ്യില്ല, ധിക്കാരം പറഞ്ഞു. ആ മനുഷ്യനോട് റസൂൽ പറഞ്ഞു, എങ്കിൽ നിന്റെ വലത് കൈ പ്രവർത്തിക്കാതിരിക്കട്ടെ, പ്രയോജനപ്പെടാതിരിക്കട്ടെ. അയാളെ കൈ പിന്നെ ഉയർന്നില്ല. എന്താ കാരണം? എന്താണ്? റസൂൽ പറയാണ്, കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ അബാ യാ റസൂലല്ലാഹ് വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും, വിസമ്മതിച്ചവരൊഴികെ. നബിയെ, ആരാണ് വിസമ്മതിച്ചവർ? എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിലാണ്, എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ നരകത്തിലാണ്. ഇനിയോ കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. കുൽ അത്തിഉ അല്ലാഹ വർ-റസൂൽ ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. 3-ാം അധ്യായം 31-32. നബിയെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ നബിയെ പറ, അങ്ങയെ പിൻപറ്റാൻ വഫീലിഹി വഖൗലിഹി വതക്രീരിഹി, അങ്ങയുടെ വാക്കിലും അങ്ങയുടെ പ്രവൃത്തിയിലും അങ്ങയുടെ ചര്യയും പിൻപറ്റാൻ പറ നബിയെ. അങ്ങനെ പിൻപറ്റിയ സ്വഹാബത്തിനെ കുറിച്ച് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. സൂറത്ത് തൗബ 100-ാമത്തെ വചനം. 10 മണിയാണ് നമ്മുടെ സമയം, ആവണേ ഉള്ളൂ. എങ്കിലും ഞാൻ എല്ലാവരോടും പറയും, എത്ര ഖുർആൻ വചനം പറഞ്ഞു, എത്ര ഹദീസുകൾ പറഞ്ഞു. സഹോദര, ഇന്ന് കിടന്നിട്ട് ആലോചിക്കുക, നല്ലോണം ചിന്തിക്കുക. അതിൽ മോരും മുതിരയും വെച്ച പോലെ ആണും പെണ്ണും കൂടിക്കലരുന്നത് ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചിന്തിക്കുക. ഏത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചിന്തിക്കുക. ശരിക്ക് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ശരിക്കും പഠിക്കേണ്ടതല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി ചിന്തിക്കേണ്ടതല്ലേ? ഒരു ക്ലിപ്പ് കൂടി കേട്ടുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. 15-ാമത്തെ ക്ലിപ്പ്. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു ഖുതുബുൽ ആലം, മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു ഖുതുബുൽ ആലം, അവരും ഖുതുബാണ്. അവർക്കൊക്കെ അവരെ പറ്റിയും പറയാണെങ്കിൽ അവർക്കൊക്കെ ലോകം തിരിയണം. ഒരാൾ ഖുതുബാവണമെങ്കിൽ 16 ലോകം തിരിയണം. 16 ലോകം തിരിയണം. ഒരു ലോകം 15 ലോകം 16 ലോകം തിരിയണം. ഒരു ലോകം തിരിഞ്ഞാൽ പോരാ. അതായത് 16 ലോകത്തെപ്പെട്ട ഒരു ലോകം, ഈ ദുനിയാവും 16 ലോകത്തെ തിരിഞ്ഞാലേ ആളാവുന്നു. മടവൂരില്ലേ ആ പ്രദേശം, ആട്ടാവട്ടത്തിലെ പ്രദേശം, ആട്ടാവട്ടത്തിൽ നടക്കുന്നത് പോലും അറിയാത്ത ആളായിരുന്നു മടവൂര്. എന്നിട്ട് പച്ച നുണ വിളിച്ചു പറയാ, മോനെ ആ 12-ാമത്തെ ക്ലിപ്പ് ഇട്ടു കൊടുക്കുക. മഹാനായ പരിപ്പാട് മക്കാമ് സിയമിലുള്ള ഒഴിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് ഒഴിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര്? മഹാനായ പരിപ്പാട് മക്കാമ് സിയമിലുള്ള ഒഴിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് ഒഴിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര്? ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട സിഎംബിൽ എന്ന് പറഞ്ഞതാണ്. അതിന്ന് മൗലിദൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പഠിച്ചവൻ്റെത് തന്നെയാണ്, പഠിച്ചോ തന്നെയാണോ തോന്നിപ്പോകുന്നത്. ചിന്തിക്കണം നിങ്ങൾ. നാവൻ നോക്കൂ, ഉലുവാണ് ദീനിൽ. പടച്ചോനെ പറ്റിയല്ല പറയുന്നത്, പടച്ചോന്റെ പടപ്പിനെ പറ്റിയാ പറയുന്നത്. ഒരു നബിയും ഒരു വലിയും പഠിപ്പിക്കാത്ത മാർഗമാണിത്. സഹാബത്തിന് പരിചയമില്ലാത്ത മാർഗമാണിത്. ഓർക്കണം സഹോദരങ്ങളെ, ഒരു പ്രധാന കാര്യം, മെഡിക്കൽ കോളേജ് മണ്ഡലത്തിന്റെ കീഴിൽ ഒരു സ്ഥലം, 10 സെന്റ് സ്ഥലവും ഒരു വീട് ഉൾപ്പെടെ, നല്ലൊരു വീടാണ്, ഞാനത് പോയി കണ്ടതാണ്. നമ്മുടെ ആസ്റ്റന്റെയും അതുപോലെ തന്നെ ഹൈലൈറ്റിന്റെയും ഒക്കെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്ലോട്ട്. അപ്പോൾ അവര് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അവർ ഇവിടെയുണ്ട്. അവർ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്ക് തരും, നിങ്ങൾ ചോദിച്ച് വാങ്ങി. ഒരു 10-40 ചില്ലാണ് ലക്ഷം രൂപ അവർക്ക് വേണം. 3 മാസമാണ് കഷ്ടി, ഒരു 2.25 മാസമാണ് അവരുടെ മുമ്പിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് പുണ്യം നമ്മൾ ചെയ്താലും അള്ളാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടി, അവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? അള്ളാഹിനെ മാത്രം വിളിക്കുന്ന പള്ളി. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദാ. ഒന്നതാണ്. രണ്ടവിടെ സ്ത്രീകൾക്ക് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, ആ പള്ളിയിൽ സ്ത്രീകൾ തടയപ്പെടില്ല. അവിടെ ഖുർആനും സുന്നത്തും വിവരിക്കപ്പെടുന്ന സ്ഥലമായിരിക്കും അത്. അവിടെ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കില്ല.
ബിദഅത്തിന് ഒരു ചാൻസും ഇല്ല. അത്തരം പള്ളികൾ ഉണ്ടാക്കുന്നതിന് വലിയ കൂലിയുണ്ട്. അതുകൊണ്ട് സിറം വാലാനിയ, രഹസ്യമായും പരസ്യമായും വലിയ അവിടെ എഴുതിയാൽ മതി. നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സംഖ്യ കറക്റ്റ് ചെയ്യുക, ഒരിക്കലും നഷ്ടാവില്ല. വാഴക്കാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, ഒരു സമ്മതം കൊടുത്തതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ദാറുൽ ഹിക്മ സെൻറ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആ മണ്ഡലത്തിലാണ് ആ പ്രദേശം വരിക. അപ്പം നിങ്ങളെല്ലാം മനസ്സറിഞ്ഞു കൊടുക്കുക. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ അതിൻ്റെ ഏറ്റവും മർമ്മത്തിലായതുകൊണ്ട് എനിക്കത് പറയാൻ ആ സമയത്ത് ഓർമ്മ വന്നില്ല, ക്ഷമിക്കണം എന്നുകൂടി ഞാൻ അതിൻ്റെ സംഘാടകരോട് പറയും. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ സ്ത്രീകളോടൊക്കെ ഞാൻ പറയുന്നത്, ഒരു ചീനട് കൊടുത്തു കളി 70,000 75,000 ഒരു പവന് പള്ളിക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? ഞാൻ വീടുണ്ടാക്കാനല്ല, മനസ്സിലായിക്കൂടി. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൊടുക്കുക. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.